ലക്ഷ്യം, അല്ലെങ്കിൽ ഈ വർഷം എൻഡിൽ ഇതാണ് എന്റെ ലക്ഷ്യം. ഞാനിപ്പോ പിന്നെ 2026 ഡിസംബറിൽ എനിക്ക് ഇതാണ് ലക്ഷ്യമെങ്കിൽ ഞാൻ ഈ ജനുവരി എൻഡിൽ എന്തായിരിക്കണം ഞാൻ എന്റെ പൊസിഷൻ എന്തായിരിക്കണം, ഞാൻ എന്തായിരിക്കണം, ഫെബ്രുവരി എൻഡിൽ ഞാൻ എന്തായിരിക്കണം. കറക്റ്റ് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വർക്ക്ഔട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് നല്ലൊരു സെഷനാണ് നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്നത്. വരച്ചു വെക്കുക, എഴുതി വെക്കുക. ഒരുപാട് ഡൗട്ടുകൾ വരും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ചോദിക്കാനുള്ള അവസരം കിട്ടും കേട്ടോ, ചിലപ്പോൾ മാത്രം. കാരണം അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ പിന്നീട് സമയത്ത് നിങ്ങൾ അപ്ലൈനോട് ചോദിക്കാം കേട്ടോ. അപ്പോ പിന്നെ പുതിയ ആൾക്കാരായാലും പഴയ ആൾക്കാരും കുഴപ്പമില്ല, എല്ലാവരും എഴുതി വെക്കുക കറക്റ്റ് ആയിട്ട്. ഞാൻ കുറച്ച് സംസാരിച്ചതെന്ന് വെച്ചാൽ കുറച്ച് പേര് കയറിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. ചിലപ്പോൾ എല്ലാവരും 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ തുടങ്ങുള്ളൂ. എന്തായാലും 5 മിനിറ്റ് കഴിഞ്ഞ് കയറാൻ നിൽക്കുന്നവരുണ്ട് അല്ലേ, നമ്മൾ എല്ലായിടത്തും അങ്ങനെയാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുടങ്ങും, പെട്ടെന്ന് തുടങ്ങത്തില്ല. സുരേഷ് സാറിന്റെ കുറച്ച് സംസാരമൊക്കെ ഉണ്ടാവും അവിടെ, അത് കഴിഞ്ഞ് എന്തായാലും സായി സാർ തുടങ്ങുള്ളൂ. അപ്പോഴും കയറിയാൽ മതി അല്ലേ. പക്ഷേ നമ്മൾ ഇന്ന് ആ സൂപ്പർ പ്രസന്റേഷൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗ്രേറ്റ് അപ്ലൈനായ ഷാജി സാറാണ് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാലോ, ഒരുപാട് പിന്നെ വളരെ എക്സ്പീരിയൻസ് ഉള്ള സാറാണ്. അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ സാറ് വിന്നിംഗ് ടീമിന്റെ സെർവർ എന്ന പോലെയാണ് വർക്ക് ചെയ്യുന്നത്. കാരണം വെച്ചാൽ നമുക്ക് ഓരോ ആൾക്കാർക്കും, നമ്മുടെ ടീം എന്നല്ല ഏത് ടീം ആയാലും എന്തുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് മനസ്സിലാവുന്ന ലളിതമായ രീതിയിൽ അദ്ദേഹം പറഞ്ഞുതരാൻ പറ്റുന്നുണ്ട്. പുതിയ ആൾക്കാരോട് പറയുന്നത്, ഷാജി സാർ എന്ന ക്രൗൺ ഡയറക്ടർ എന്ന ലെവലിലാണ് ഉള്ളത്. ഷാർജയിൽ ഒരു പിന്നെ ഒരു കമ്പനി വർക്ക് ചെയ്യായിരുന്നു. ഇതിന്റെ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് പാർട്ട് ടൈമായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണെങ്കിലും അദ്ദേഹം ഫുൾ ടൈമിലോട്ട് പിന്നെ അസോസിയേറ്റ് ചെയ്തിട്ട് ബിസിനസ് ഫുൾ ടൈം ചെയ്യുന്നുണ്ട്. ഷാർജയിൽ ഫാമിലിയോടൊപ്പം താമസിക്കുന്നുണ്ട്. അപ്പൊ അത്രയ്ക്കും ഇതിന്റെ അറിയാലോ, ഇതിന്റെ തീവ്രത അറിയാലോ, ഇതിന്റെ ഈ ബിസിനസിന്റെ തീവ്രത. ഇത് നിങ്ങൾ പിന്നെ ഇത് മൈൻഡിൽ എടുത്തുകൊണ്ട് എല്ലാവരും ഈ പ്രസന്റേഷൻ ലാസ്റ്റ് വരെ കേൾക്കുക. ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇത് ഡൗട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല എന്നാണ് അർത്ഥം. ഡൗട്ട് വന്നിരിക്കണം എന്തായാലും കേട്ടോ, എന്തെങ്കിലും ഡൗട്ട് വരും. അപ്പോ നമ്മുടെ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ ഗ്രേറ്റ് അപ്ലൈൻ ഷാജി സാറിനെ വലിയൊരു സെഷന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാണ്. വെൽക്കം ഷാജി സാർ. താങ്ക് യു സുരേഷ്. വളരെ മനോഹരമായിട്ടാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തത്. ഇവിടെ പുതിയ ആൾക്കാർ ഇതുവരെ ഈ ഓപ്പർച്യൂണിറ്റി കേൾക്കാതെ ആരെങ്കിലും ഉണ്ടോ? ഇതുവരെ ഈ ബിസിനസ് പ്ലാൻ പ്രസന്റേഷൻ കേൾക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാവോ? ഇതുവരെ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നെങ്കിൽ. കാരണം എന്താ വെച്ചാൽ ഞാൻ പറയുന്നത് ചിലപ്പോൾ ദഹിക്കില്ല, അതുകൊണ്ടാണ്. കാരണം നമ്മൾ എല്ലാ ദിവസവും പ്രസന്റേഷൻ ചെയ്യുന്ന സമയത്ത് ഇതിൽ വരുമാനം വരുന്ന രീതികളൊക്കെ പിന്നീട് പറഞ്ഞുതരാമെന്നൊക്കെ പറയുന്നത് കേൾക്കും. പിന്നെ നിങ്ങൾ എപ്പോഴും എല്ലാ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് ഒരേ കാര്യങ്ങൾ കേൾക്കുന്നുണ്ടോ? വരുമാനം വരുന്ന രീതി വരുന്നല്ലോ എന്ന് കേൾക്കാതെ ആൾക്കാരുണ്ടോ അല്ലേ? ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു 3 മാസം കൂടുമ്പോൾ ഇങ്ങനത്തെ ഒരു സെഷൻ ചെയ്യാറുള്ളൂ. 3 മാസം കൂടുമ്പോൾ ഒരു വലിയൊരു ഇൻകത്തിൻ്റെ സെഷൻ ചെയ്യാറുണ്ട്. അത് കുറേ ആൾക്കാർ കേൾക്കാറുമുണ്ട്. അവരെന്നെ ഇതിനകത്ത് ഇരിക്കുന്ന പകുതി ആൾക്കാർ. വല്ല മാറ്റമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ലല്ലേ? ഉണ്ടോ? ആർക്കെങ്കിലും ആ സെഷൻ കേട്ടിട്ട് വല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ആദ്യമായിട്ടാണ്. ഓക്കെ, ആദ്യമായിട്ട് വന്ന വ്യക്തിയൊക്കെ ഒന്ന് പേര് കൊടുക്കാവോ? മൊബൈൽ പേരായതുകൊണ്ട് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത വ്യക്തിക്ക് ഒരു സന്തോഷത്തിന് വേണ്ടെങ്കിൽ നിങ്ങളെ പേരൊന്ന് മാറ്റാവോ? നിങ്ങളുടെ മൊബൈൽ പേര് അവർക്ക് അറിയത്തില്ലല്ലോ. ഇവിടെ വന്ന ഒരുപാട് പുതിയ ആൾക്കാരുണ്ട്. മൊബൈൽ പേരുള്ള ആൾക്കാർ മാറ്റുക, നിങ്ങളുടെ സ്വന്തം പേരൊന്ന് മാറ്റുക സ്ക്രീനിൽ. അതോടൊപ്പം തന്നെ പഴയ ആൾക്കാർ, കുറച്ച് കാലം മുന്നേ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, 2-3 മാസം മുന്നേ ഇതേപോലെ സെഷൻ കേട്ട ആൾക്കാർക്ക് വിഷമമൊന്നും വേണ്ട, ഒന്നുകൂടെ കേൾക്കുക. അന്ന് ചിലപ്പോൾ ചെയ്യാൻ പറ്റാതെ ഇന്ന് ചിലപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഒരു പ്രാവശ്യം കേട്ട കാര്യം രണ്ടാമത് കേൾക്കുമ്പോൾ കുറച്ചും കൂടെ ബെറ്ററായി തോന്നുന്നുണ്ടാവും. ഓക്കെ, വിജിത്ത്, അജയ്, സെബാസ്റ്റ്യനൊക്കെ പുതിയതാണ്. ഇവിടെ ചെറിയ പ്രായമുള്ള 18 വയസ്സിന് മേലുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് 18 ടൈപ്പ് ചെയ്ത്. 18 വയസ്സിന് മേലുള്ള എല്ലാവർക്കും ഒന്ന് 18 ടൈപ്പ് ചെയ്യാം. 18, 20, 22 വയസ്സുള്ള ഏകദേശം ഒരു ജോലിയിൽ കയറിയിരിക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരും പഠനം കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരും 31 കുഴപ്പമൊന്നുമില്ല. ഓക്കെ, കിടക്കട്ടെ. ഞാൻ എന്തിനാ ചോദിച്ചതെന്ന് വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു റിട്ടയർമെന്റ് ലൈഫിലേക്ക് എത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. കമ്മിറ്റഡ് ആയാൾക്ക് മാത്രം കേട്ടോ. 50 വയസ്സ് നോ പ്രോബ്ലം, 80 വയസ്സായാലും നോ പ്രോബ്ലം കേട്ടോ. ഓക്കെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് വെച്ചാൽ നമ്മളെല്ലാവരും മനസ്സിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു 45 വയസ്സ് 50 വയസ്സാവുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ചിന്തയുണ്ടാവും, മതി 50 ആയല്ലോ, 45 ആയല്ലോ, ഇനി അങ്ങോട്ട് വേറെ ഇനി എന്താണ്, പിള്ളേരൊക്കെ പഠിച്ചിട്ട് വളർന്നിട്ട് നമ്മളെ നോക്കിക്കോളുന്നുള്ള ചിന്തയിലാണ് നിൽക്കുന്നുണ്ടോ. പിന്നെ ഒരു ചായ കുടിക്കണമെങ്കിൽ അവരോട് ചോദിക്കേണ്ടി വരും അല്ലേ? ഒന്ന് പുറത്ത് പോകണമെങ്കിൽ അതുപോലും നമ്മൾ അവരോട് ചോദിക്കേണ്ടി വരും. തന്നാലായി, തന്നില്ലെങ്കിൽ ആയി, അങ്ങനെ അവസ്ഥയുണ്ടാവുക. അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് ഏത് പ്രായത്തിലും നല്ല ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും നമ്മൾ കമ്മിറ്റഡ് ആണെങ്കിൽ. ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ ഞാൻ രണ്ട് സൈഡ് വെച്ചിട്ടില്ല. ചെറിയത് വേണോ വലുത് വേണോ എന്ന് ചോദിക്കാൻ പറ്റും. വലിയ സ്ട്രക്ചർ വേണോ ചെറിയ സ്ട്രക്ചർ വേണോ?
ഒരു 8,000 രൂപ, 10,000 രൂപ, 20,000 രൂപ മതിയോ? അല്ലെങ്കിൽ അത് ഞാൻ ഓപ്പണാക്കി തരാം, അല്ലെങ്കിൽ വലിയ വേണമെങ്കിൽ വലുതാക്കി തരാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതാണ്. ഞാൻ കൺഫ്യൂഷനിലുണ്ട്, രണ്ടും വെച്ചിരിക്കുകയാണ്. ഇവിടെ ഈ ഒരു ബിസിനസ്സിൽ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും വരുമാനം ആഗ്രഹിച്ചാണ് വരുന്നത്. ഓക്കെ, പക്ഷേ ഒരു നോക്കിയേക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന ലെവലിലായിരിക്കും പല ആൾക്കാരും ജോയിൻ ചെയ്യുന്നുണ്ടാവുക. പല ആൾക്കാരും ഇത് കേൾക്കാൻ വരുന്ന സമയത്ത് എന്ത് വന്നാലും ഞാൻ ഇത് ചെയ്യാമെന്ന് പോകുന്നില്ല, എന്നാലും ബിരിയാണി കിട്ടിയാലോ എന്ന രീതിയിൽ കയറി വരുന്ന ആൾക്കാരുണ്ട്. സലീംകുമാർ പറഞ്ഞ പോലെ ഒന്ന് പോയി നോക്കിയാലോ എന്ന് വെച്ച് വരുന്ന, അങ്ങനെ കയറി വരുന്ന ആൾക്കാരുണ്ടോ. പിന്നെ ക്ഷമയുണ്ടാവത്തില്ല, ആദ്യത്തെ 2-3 വാക്കുകൾ കേൾക്കുമ്പം ഇറങ്ങിപ്പോകുന്ന ആൾക്കാരുണ്ടോ. അതും ക്ഷമയില്ലാത്ത ആൾക്കാർ. ചിലപ്പോൾ ലാസ്റ്റ് വരെ ഇരിക്കും, അതൊരു മോട്ടിവേഷനായി തോന്നിയിട്ട് ചിലപ്പോൾ ഐഡിയ എടുക്കുന്നുണ്ടാവും, പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കുന്നുണ്ടാവും. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്, അല്ല അങ്ങനെ നിങ്ങൾക്കുണ്ട് ആൾക്കാർ. അതിൽ നിന്നും എന്താണ് കടഞ്ഞെടുത്ത കുറച്ച് ആൾക്കാരാണ് ഈ വന്നിരിക്കുന്ന ആൾക്കാർ. കുറേ ആൾക്കാർ ഐഡിയ എടുത്ത് പിന്നെ വിളിച്ചാൽ മെസ്സേജ് പോലും നോക്കാതെ കുറച്ച് ആൾക്കാർ മാത്രം റിപ്ലൈ തരുന്നു. കുറേ ആൾക്കാർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും, ഇതിലൂടെ വരുന്നുണ്ടാവും, സ്ഥിരമായിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും, കുറേ ആൾക്കാർ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടാവും, ഒരു റിസൾട്ടും കാണുന്നുണ്ടാവില്ല. അപ്പോൾ ഞാൻ ആക്ച്വലി ഇന്ന് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, റിസൾട്ട് കിട്ടാതാക്കി എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിച്ച് വന്നത്. പക്ഷേ പല ആൾക്കാരും വരുമാനം വരാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതും കൂടെ ഉൾപ്പെടുത്താനിരിക്കുന്നത്. റിസൾട്ട് വരാത്ത ആൾക്കാർ വിഷമിക്കണ്ട, നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്താൽ മതി, റിസൾട്ട് വന്നോളും. ഇവിടെയുള്ള എല്ലാ ആൾക്കാർക്കും അങ്ങനെ തന്നെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥിരമായിട്ട് ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് റിസൾട്ട് വരും. സ്ഥിരമായിട്ട് ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് റിസൾട്ട് വരുന്നുണ്ടോ. വല്ലപ്പോഴും കൂടി ഒരാളെ വഴിയിൽ വെച്ച് കാണുമ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് വരത്തില്ല, അല്ലേ? ഡെയിലി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് റിസൾട്ട് വരുന്നുണ്ടാവും കേട്ടോ. ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഓപ്പർച്യൂണിറ്റി ഒരു വ്യക്തിയോട് പറയുന്ന രീതി എന്താണോ അത് മനസ്സിലാക്കണം. ഓക്കെ, ആ പറയുന്ന രീതി ശരിയല്ല എങ്കിൽ നിങ്ങൾ പറയുന്നത് കേൾക്കുന്ന വ്യക്തിക്ക് നിങ്ങൾ നമ്മുടെ നാട്ടിൽ കാണുന്ന ആ കമ്പനി പോലെ ഈ കമ്പനി പോലെയൊക്കെ തോന്നുന്നുണ്ടോ, അല്ലേ? ആ കമ്പനി പോലെ ആയിരിക്കും ഈ കമ്പനി, ഇതിങ്ങനത്തെ കുറേ പരിപാടി ഉണ്ടെന്നൊക്കെ നമ്മൾ ആൾക്കാർ പറയും. നമ്മുടെ വാക്കുകൾ കേൾക്കുന്നതിന് അറിയാൻ പറ്റും. പിന്നെ ഇതിൽ പല വീട്ടമ്മമാരുണ്ടാവും, ഏതെങ്കിലും കമ്പനിയിൽ പോയിട്ട് ഒരു 30,000 കളഞ്ഞിട്ട് വീട്ടിലിരിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതിന് ഹസ്ബൻഡിന് ദേഷ്യം വരാൻ തുടങ്ങില്ല, അവരെ രണ്ടാമത് പൈസ കളയാൻ പോകുന്ന പരിപാടിയിലേക്ക് മീറ്റിംഗ് കയറിയിരിക്കുന്നതിൽ. അപ്പോൾ അവിടെ ഒരു നെഗറ്റീവ് വരുന്നുണ്ടാവും. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് പല ആൾക്കാർക്കും ഉണ്ടാവുക. സൂം മീറ്റിൽ വരുമ്പം നമ്മൾ പറയുമ്പം ഒരു മോട്ടിവേഷനായി തോന്നും, ഹസ്ബൻഡിനോട് ചോദിച്ചിട്ട് ചെയ്യാമെന്ന് പറയും. ഹസ്ബൻഡിനോടൊക്കെ പോയിട്ട് പറയുമ്പോൾ രീതിയിൽ അതേപോലെ തന്നെ മറ്റു പറഞ്ഞ ആ 30,000-ന്റെ സാധനം വാങ്ങിച്ച അതേ ബിസിനസ്സിൻ്റെ രീതിയിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുക. ഇതിൽ അത്ര സാധനം വാങ്ങിക്കണ്ട കേട്ടോ, കുറച്ച് വാങ്ങിക്കാൻ മതി എന്നൊക്കെയായിരിക്കും നിങ്ങൾ പറയുന്നുണ്ടാവുക. ആ പറയുന്ന രീതി കൊണ്ടാണ് ഈ ബിസിനസ്സിൽ പല ആൾക്കാർക്കും വീട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടാത്തൊരവസ്ഥ വരുന്നത്. ഇതിൽ നിന്ന് വീട്ടിൽ നിന്ന് ഈ വന്നിരിക്കുന്ന 150 പേര്, നല്ല സന്തോഷമായി, 150 പേരായി. വീട്ടിൽ നിന്ന് സപ്പോർട്ടുള്ള ആൾക്കാരാണോ എല്ലാ ആൾക്കാരും? സപ്പോർട്ട് തീരെ ഇല്ലാത്ത ആൾക്കാരുണ്ടോ? ഇല്ലെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്യാവോ? വീട്ടിൽ നിന്ന് തീരെ സപ്പോർട്ട് ഇല്ലാതെ എങ്ങനെയോ കാണാതെ ഒളിച്ചും പറഞ്ഞ് മൊബൈൽ കമിഴ്ത്തി വെച്ചിട്ടൊക്കെ കേൾക്കുന്ന ആൾക്കാരുണ്ടോ? അങ്ങനെ ആൾക്കാരുണ്ടോ? ഒരു ഒരു 25% ആൾക്കാർ ആ ടൈപ്പിൽ ആൾക്കാർ, ആരെയും കാണാതെ എങ്ങനെയെങ്കിലും ആണ്. അൻസാർ ഭായിക്ക് സപ്പോർട്ട് ഇല്ലേ? സപ്പോർട്ട് ഇല്ലാത്ത ആൾക്കാർ നോ കൊടുക്കും. ഓക്കെ, എനിക്ക് സപ്പോർട്ടുണ്ട് സതീഷ് ഭായിക്ക്. ഓക്കെ, സപ്പോർട്ട്, വീട്ടിൽ സപ്പോർട്ടുള്ള ആൾക്കാരാണ് ഈ ബിസിനസ്സിൽ ആദ്യം വിജയിക്കും കേട്ടോ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ബിസിനസ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് അയൽവക്കക്കാരെയല്ല, മറ്റുള്ളവരെയല്ല, സ്വന്തം മക്കളെ, സ്വന്തം ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ്, അച്ഛനമ്മമാരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുക. അവരെ കൺവിൻസ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അയൽവക്കക്കാരെയോ നാട്ടുകാരെ ആരും കൺവിൻസ് ചെയ്യാൻ സാധിക്കത്തില്ല, അല്ലേ? നിങ്ങളെ വീട്ടുകാരെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ ഭയങ്കര പാടായിരിക്കും. എന്ന് വെച്ചാൽ കുടുംബക്കാരെ മുഴുവൻ കേട്ടോ, ബന്ധമൊക്കെ വെളിച്ചൻ്റെ മകനി, ഇളയച്ചൻ, അളിയനും പെങ്ങളെ ഒന്നും ഇതാക്കണ്ട. സ്വന്തം വീട്ടിലിരിക്കുന്ന നമ്മൾ ചെയറിൻ്റെ അപ്പുറത്തിപ്പുറത്ത് ഇരിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, സ്ഥിരമായിട്ട് കാണുമ്പോൾ, ഒന്ന് പല്ല് തേക്കുമ്പോൾ കാണുന്നുണ്ടാവും, ചായ കുടിക്കുമ്പോൾ കാണുന്നുണ്ടാവും, ഇവരൊക്കെ നമ്മൾ എപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് എന്ന് പറയും, കുറേ കാലം അറ്റൻഡ് ചെയ്യുന്ന മീറ്റിംഗ്, ഇവരെല്ലാം കിട്ടുന്നുണ്ടോ? ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ആൾക്കാരെങ്കിൽ ആരും ബാക്കിൽ സൈഡിലൊക്കെ ഇരിക്കുന്നുണ്ടോ? അവിടെയാണ് നിങ്ങൾ ആദ്യം കൺവിൻസ് ചെയ്യാൻ പഠിക്കേണ്ടത്. അവർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാണ് സാധിക്കേണ്ടത്. അവരെ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതിന് സ്ത്രീകളാണെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീ, അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പാർട്ട്നേഴ്സിന് ആദ്യം ഈ സൂം മീറ്റിങ്ങിന് അടുത്തിരുത്തുക. എപ്പോഴും സ്ഥിരമായിട്ട് അടുത്തിരുത്തുക. സ്ഥിരമായിട്ട് അടുത്തിരുത്തി കഴിഞ്ഞാൽ അവരത് 1-2 പ്രാവശ്യം, ഒരു 3-4 പ്രാവശ്യം കേൾക്കുമ്പോൾ അവർക്ക് വിശ്വാസം വരും. ഇത് കുഴപ്പമില്ലാന്ന് തോന്നുന്നല്ലേ, ചെയ്തോളൂ എന്ന് തോന്നൽ അവർക്ക് വരുന്നുണ്ടാവും. അവിടെ നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് മാത്രം മതി നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നുണ്ട്. മൈൻഡ് സപ്പോർട്ട് മാത്രം മതി. അവർ വന്ന് വർക്കൊന്നും ചെയ്തു തരണ്ട. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഇന്ന് രാവിലത്തെ മോർണിംഗ് സീപ്പിൽ സാജിദാമയോട് ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെക്കാളും ഭംഗിയായിട്ട് സ്ഥിരമായിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന അവരെക്കാളും ഭംഗിയായിട്ട് അവർ ഹസ്ബൻഡ് പ്ലാൻ കൊടുക്കാൻ തുടങ്ങിയത്. അവർ പ്ലാൻ ഇതുവരെ കേട്ടില്ല, സൈഡിൽ കസേരയിൽ ഇരുന്ന് കേട്ട് ശീലം മാത്രമേ ഉള്ളൂ. അവരെക്കാളും ഭംഗിയായിട്ട് പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്,
നിങ്ങൾ പ്ലാൻ കേൾക്കുമ്പോൾ അടുത്തിരിക്കുന്ന വ്യക്തി കേൾപ്പിക്കുന്ന രീതിയിൽ കേൾപ്പിക്കുക കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് സപ്പോർട്ട് വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ടോ. പിന്നെ സ്റ്റുഡൻറ്റുകൾ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ അച്ഛനമ്മമാർ ഒരിക്കലും ഈ ഒരു ബിസിനസ് ചെയ്യാൻ സമ്മതിക്കത്തില്ല, അല്ലേ. പഠിക്കുന്ന സ്റ്റുഡൻറ്റ് 18, 19, 20 വയസ്സുള്ള ആൾക്കാർ, പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യാൻ വരാൻ കാരണം എന്തായിരിക്കും? ഒരിക്കലും അവരുടെ ഡ്രീം ഫുൾഫിൽ ചെയ്യാനായിരിക്കില്ല, പോക്കറ്റ് മണിക്ക് വേണ്ടി മാത്രമായിരിക്കും ഇങ്ങനെ ബിസിനസ് എക്സ്ട്രാ വരുമാനം ആഗ്രഹിക്കുന്നുണ്ടോ. ഇതിലുള്ള 18, 19 വയസ്സ്, 20 വയസ്സുള്ള ആൾക്കാർ ചിന്താഗതി, വീട്ടിൽ ചോദിച്ചാൽ ചിലപ്പോൾ ചിലവിന് പൈസ ചെയ്യുന്നുണ്ടല്ലോ, സിനിമ കാണാൻ പൈസ ചെയ്യുന്നുണ്ടല്ലോ, മൊബൈൽ വാങ്ങിക്കാൻ പൈസ ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും ഒരു എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് ഒന്ന് ചെയ്തത് നോക്കാൻ വേണ്ടി ഇതിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്. അതിന് ആ ഒരു ചിന്താഗതി നിങ്ങൾ ആദ്യം മാറ്റുവാണെങ്കിൽ, ഇപ്പം നിങ്ങളെ പേരൻസ് ലക്ഷങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങൾ കൊടുത്ത് നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. ആ പഠനം കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു 1-2 വർഷമെങ്കിലും ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും പല ആൾക്കാർ. ഒരു 50% ആൾക്കാരും 1-2 വർഷം ജോലിക്ക് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. ഇതിൽ നിങ്ങളുടെ മക്കൾ തന്നെ ഉണ്ടാവും പല സ്ഥലങ്ങളിലായിട്ട്, ഗൾഫിൽ, ദുബായിലും, സൗദിയിലൊക്കെ, ഖത്തറിലും, ഒമാനിലൊക്കെ വിസിറ്റ് വിസയിലൊക്കെ പോയി ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 3, 4, 5 മാസം, 6 മാസമൊക്കെ ജോലി അന്വേഷിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും മക്കളോ ബ്രദറോ ആരെങ്കിലും ഉണ്ടോ? വിസിറ്റിലൊക്കെ പോയി ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഉണ്ടാവും. എത്രയോ കഷ്ടപ്പെട്ട് ഒരുപാട് പൈസ കൊടുത്ത് പഠിപ്പിച്ചിട്ട് ജോലി അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടാവും. 5, 6 മാസം അവിടെ അവർക്ക് നല്ല ക്ഷമയുണ്ട്, അല്ലെ. ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഗൾഫിലും അവിടേക്ക് പോയി കുറേ വിസിറ്റ് വിസ കൊടുത്ത് പൈസ ചിലവാക്കി, വാടക കൊടുത്ത്, റൂം റെന്റ് കൊടുത്ത്, ഭക്ഷണം കഴിച്ച് അവിടേക്ക് നിന്ന് ജോലി അന്വേഷിച്ചുകൊണ്ട് ഒരു 6-7 മാസം, ഒരു വർഷമൊക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരുടെ അവസാനം കിട്ടിയ ശമ്പളത്തിൽ പഠിച്ചത് ഞാൻ മറന്നിരിക്കുന്നു, കിട്ടിയ ശമ്പളം മതി എന്ന് പറഞ്ഞ് ജോലി കയറുന്ന ആൾക്കാരാണ് കൂടുതൽ എല്ലാ ആൾക്കാരും. അവിടെയൊക്കെ അവർക്കെല്ലാം ക്ഷമയുണ്ട്. 5 വർഷത്തെ ബിസിനസ് കോഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാൻ സമയത്തും ലക്ഷങ്ങൾ കൊടുത്ത് രാത്രി ഉറക്കം വിളിച്ചിരുന്ന് പഠിച്ചിട്ട് പരീക്ഷ എഴുതി പാസ്സായ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനും എല്ലാവർക്കും ക്ഷമയുണ്ട്, അല്ലേ. എന്നിട്ടോ ആ ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് പോകുന്നത് എവിടെയാണ്? ഏതോ ഒരാളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പനിയിൽ പോയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മൾ അവിടെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് നമ്മുടെ കഴിവുകളും നമ്മുടെ വിദ്യാഭ്യാസവും നമ്മൾ അവിടെ അവർക്ക് വേണ്ടി ചെലവഴിക്കുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ലാഭം നമുക്ക് വരുമാനമായിട്ട് അവർ മാസം മാസം തരും. എന്തെങ്കിലും ചെറിയൊരു വിഷമപ്പെട്ട് തോന്നുമ്പം ആ ജോലിയിൽ നിന്ന് നമ്മളങ്ങ് പറഞ്ഞയക്കും. അതിനേക്കാളും ചെറിയ ശമ്പളത്തിൽ പുതിയ ആൾക്കാരെ കിട്ടുമ്പോൾ അവരെ വയ്ക്കും, നമ്മുടെ ജോലി നഷ്ടപ്പെടാറുണ്ട്. നമ്മൾ നമ്മുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ബിസിനസ് കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടോ ആരും സമയം മാറ്റി വെക്കാറില്ല. ശരി ഉണ്ടോ? ഈ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് എനിക്ക് തോന്നുന്നു പല ആൾക്കാരും ലാസ്റ്റ് പ്രയോറിറ്റി ചെയ്യുന്ന ആൾക്കാരാണ്. ഈ ബിസിനസ്സിന് അവസാനത്തെ പ്രയോറിറ്റി കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കാത്തത്. പല ആൾക്കാർക്കും വിജയിക്കാൻ പറ്റാത്തതും അതുകൊണ്ട് തന്നെയാണ്. എല്ലാ കാര്യം ഇന്ന് തന്നെ ഈ മീറ്റിങ്ങിൽ തന്നെ ചിലപ്പോൾ നമ്മളെ മെയിനായിട്ടുള്ള ആൾക്കാരും ചിലപ്പോൾ ഉണ്ടാവത്തില്ല. ഇത് ചിലപ്പോൾ അയാൾ അന്ന് പറഞ്ഞ കാര്യം തന്നെ ആയിരിക്കും, അപ്പം ഞാൻ കയറേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ പോലുണ്ട്, അല്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി ദൈവം കഴിഞ്ഞ രണ്ടാമത്തെ പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ്. നിങ്ങൾ പ്രൊഫഷനേക്കാളും, നിങ്ങളുടെ ജോലിയെക്കാളും, പഠനത്തെക്കാളും നിങ്ങൾ ഇതിന് പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ ഈ ബിസിനസ് വിജയിക്കാൻ വളരെ എളുപ്പം, വളരെ സിമ്പിളായിട്ട് നമുക്ക് വിജയിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ഞാൻ സ്ലൈഡിലേക്ക് പോകാൻ മടി കാണിക്കുന്നതാണ്, കാരണം സ്ലൈഡിലേക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര അത് ചെയ്യുന്നില്ല, ആ രീതിയിലേക്ക് കമ്മിറ്റഡ് വരാത്തതുകൊണ്ട് എനിക്ക് സ്ലൈഡിലേക്ക് പോകാൻ മടിയാണ്. എങ്കിലും ഞാൻ സ്ലൈഡ് ചെറുതായിട്ട് ആദ്യത്തെ സ്ലൈഡ് ഒന്ന് ഓപ്പൺ ആക്കി തരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും ക്ലിയർ ആവുന്നുണ്ടാവുമായിരിക്കും വിശ്വസിക്കുന്നു. ഒരു 8000 രൂപ, ഇത് ഞാൻ സ്ഥിരമായിട്ട് കാണിക്കുന്ന എൻ്റെ ഒരു സ്ലൈഡാണ്. ഒരു 8000 രൂപ വരുമാനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള, പല ആൾക്കാരും 5000 രൂപക്കും 10,000-ത്തിനൊക്കെ ആയിട്ട് ബിസിനസ് വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ ചെറിയൊരു പാറ്റേൺ സ്ഥിരമായിട്ട് കാണിക്കുന്ന എൻ്റെ പഴയ ലീഡേഴ്സിന് ആരും വിഷമം തോന്നാൻ പറയട്ടോ, ഇത് പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, പഴയ ആൾക്കാർക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, എങ്കിലും ഞാൻ പുതിയ ആൾക്കാർക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരു 8000 രൂപ വരുമാനം വാങ്ങിക്കാനുള്ള സിമ്പിൾ സ്റ്റെപ്പാണിത് കേട്ടോ. 8000 രൂപ വരുമാനം വേണ്ടുന്ന ആൾക്കാർ ഇത് പഠിക്കുക. 1 ലക്ഷം രൂപ വരുമാനം വേണ്ടുന്ന ആൾക്കാർ ഇത് പഠിക്കുക കേട്ടോ. 2 ലക്ഷം രൂപ വരുമാനം വേണ്ടുന്ന ആൾക്കാർ ഇത് പഠിക്കുക. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് വാങ്ങിക്കാൻ എളുപ്പമാണ്. ക്ലിയർ ആവുന്നുണ്ടാവും വിശ്വസിക്കണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് ഉപയോഗിക്കാൻ, ചാറ്റ് ചെയ്യാൻ പറ്റുന്ന ചാറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ ആരെങ്കിലും ഒരാൾ ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അൺമ്യൂട്ട് ആക്കി തരാം കേട്ടോ. വേറെ ഡിസ്റ്റർബൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അൺമ്യൂട്ട് ആക്കാത്തത്. ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ വരുമാനം ഞാൻ ടോട്ടൽ ബോണസ് 8173, ഇത് കറക്റ്റ് ഒന്നല്ല കേട്ടോ, വെറുതെ അടിച്ചു കൊടുത്തതാണ്. ഈ സ്ട്രക്ചറിലാണെങ്കിൽ നമുക്ക് ഈ ഒരു വരുമാനം വാങ്ങിക്കും. ഒരു 8000 രൂപ വരുമാനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് ഈ ഒരു സിമ്പിൾ മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, ഇത് പഴയ ആൾക്കാർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ.
പഴയ ആൾക്കാർ, വളരെ സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ പോലും, സീനിയർ ആയിട്ടുള്ള ആൾക്കാരോട് ഇത് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന പുതിയ ആൾക്കാർക്ക് ഒരു 8,000 രൂപ വരുമാനം വാങ്ങിക്കാൻ ഈ സ്ട്രക്ചർ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? ഇതും അറിയാമെങ്കിൽ പോലും നമ്മളതിന് വാല്യൂ കൊടുക്കാതെ കൊണ്ട് എത്താൻ പറ്റാത്ത ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആൾക്കാർ പോലും നമ്മളോടൊപ്പം ഉണ്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ സ്ട്രക്ചർ, ഈ ബിസിനസ്സിൽ നമുക്ക് വേണ്ടുന്ന ടേൺ ഓവർ ആണ്, കമ്പനിക്ക് നമ്മൾ കൊടുക്കുന്ന ടേൺ ഓവർ ആണ് നമ്മുടെ വരുമാനം. ആ ടേൺ ഓവർ അനുസരിച്ച് നമ്മൾ സ്ട്രക്ചർ ചെയ്ത് അതനുസരിച്ച് നമ്മൾ പിന്നുകൾ മാറുമ്പോഴാണ് നമുക്ക് വരുമാനം കിട്ടത്തുള്ളൂ. ഓക്കെ, അത് പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ഈ പറയുന്ന കാര്യം അങ്ങനെ ഒരു വിഷമമായി തോന്നുന്നുണ്ടോ ആരെങ്കിലും? എന്താണെന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ ഓൺ ആക്കിയിരിക്കുന്നത്, എല്ലാവരും വീഡിയോ ഓണാണ്. ഓക്കെ, പക്ഷെ നിങ്ങളെ ഫേസും കൂടെ കാണുമ്പോൾ എനിക്ക് കുറച്ച് ഉഷാർ കിട്ടും. ഓക്കെ, ഈ ഒരു സ്ട്രക്ചർ എന്താണെന്ന് വെച്ചാൽ, ഈ ആദ്യം മേലെ കാണുന്ന വൈ എന്ന് പറഞ്ഞാൽ നമ്മളാണ്. ഓക്കെ, യു. ഓക്കെ, നമ്മളാണ് ഈ വൈ ആണ്. ഇത് നമ്മൾ ചെയ്യുന്ന, നമ്മൾ സെൽഫ് പർച്ചേസിങ് ചെയ്യുന്ന 100 PV ചെയ്യുന്ന ഒരാൾക്കുള്ളതാണ്. ഇതിൽ ഇപ്പം ഞാൻ ഈ 100 PV എന്ന് പറയുമ്പോൾ പല ആൾക്കാർ, ഇപ്പം പുതിയ ആദ്യമായി വന്നിരിക്കുന്ന ആൾക്കാർ ചിന്തിക്കും, അയ്യോ 100 PV സാധനം വാങ്ങിക്കണം, ഇത് ആ PV മറ്റേ കമ്പനിയിൽ ഉണ്ടായിരുന്നു ചിന്തിക്കുന്നുണ്ടാവും. അതൊരു വിഷമം എനിക്ക് പുതിയ ആൾക്കാർക്കുള്ള മനസ്സിലാക്കി കൊടുക്കാൻ ചെറിയ വിഷമം. അതുകൊണ്ടാണ് സീരിയസ് ആയി ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. നമ്മളെല്ലാവരും കൺസിസ്റ്റൻസി ചെയ്യുന്ന ആൾക്കാരാണ്, 100 PV ചെയ്യുന്ന ആൾക്കാരാണ്. അല്ല, പല ആൾക്കാർ ഏകദേശം 200-നടുത്ത ആൾക്കാർ ഇപ്പം നമ്മുടെ ടീമിൽ 100 PV ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അത് എത്താൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 100 PV കൺസിസ്റ്റൻസി ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു സ്ട്രക്ചറിലേക്ക് പോകാൻ സാധിക്കും, ഈ ഒരു വരുമാനം എത്താൻ സാധിക്കുന്നുണ്ടാവും. വൈ എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്. ഇപ്പം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത വ്യക്തി തുടക്കത്തിൽ ആ വരുമാനം എത്തില്ല. ഓക്കെ, നിങ്ങൾ 16% എത്തുമ്പോഴായിരിക്കും ഈ വരുമാനം നിങ്ങൾക്ക് വരുന്നുണ്ടാവും. 16% എത്തുന്ന വ്യക്തിക്കാണെങ്കിൽ ഈ വരുമാനം എത്തുന്നുണ്ടാവും കേട്ടോ. അത് 5,500 പോയിന്റ് വാല്യൂ എത്തുമ്പോഴാണ് നമ്മൾ 16% ആവുള്ളൂ. ഓക്കെ, ഈ എ ബി സി ഡി ഇ എഫ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇതിൽ ആദ്യം ജോയിൻ ചെയ്യുന്ന വ്യക്തി ഒന്ന് എ ആണ്, രണ്ടാമത് ജോയിൻ ചെയ്യുന്ന വ്യക്തി ബി ആണ്, മൂന്നാമത് ജോയിൻ ചെയ്യുന്നത് സി ആണ്, നാലാമത് ജോയിൻ ചെയ്യുന്ന വ്യക്തി ഡി, അഞ്ചാമത് 6ാമത് വ്യക്തി ഇ എഫ്. ഓക്കെ, ഈ 6 വ്യക്തികളാണ് നമുക്ക്. 6 അല്ല, 16 പേരെ കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല, 50 പേരെ കിട്ടിയാലും കുഴപ്പമില്ല, വരുമാനം കൂടിക്കോളും. പക്ഷെ നമുക്കൊരു 6 ടീമിൽ മാത്രമേ നമുക്ക് ഒരു ടൈമിൽ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഒരു 6 ടീമിൽ നമുക്ക് വർക്ക് ചെയ്യുന്ന കപ്പാസിറ്റി മാത്രമേ ഇപ്പോഴും എനിക്കുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം 4.5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായ എനിക്ക് പോലും ഒരു 6 ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യേണ്ട കഴിവ്, കപ്പാസിറ്റി മാത്രമേ എനിക്ക് ഇപ്പോഴും ആയിട്ടുള്ളൂ. ഓക്കെ, അതിനപ്പുറത്ത് ഒരു 7 പേരിൽ പോകാൻ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെല്ലാവരും ഇത് തന്നെ ഫോക്കസ് ചെയ്താൽ മതി. സപ്പോസ് ഇനി 6 ഇല്ല, എ ബി സി 3 ടീം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു 2 വർഷം അല്ലെങ്കിൽ ഒരു 1.5 വർഷം, 1 വർഷമൊക്കെ പിടിച്ചു നിൽക്കാൻ സാധിക്കും ഈ ബിസിനസ്സിലൂടെ. ക്ലിയർ ആവുന്നുണ്ടോ? ഇന്ന് രാത്രിയാകുമ്പോൾ മെസ്സേജ് വരും, സാറേ 6 പേര് വേണ്ടേ, അതല്ലേ വിഷമം, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമോ എന്ന് വിഷമമൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾക്ക് തുടങ്ങുക, 1-ൽ തുടങ്ങുക, 2-ൽ തുടങ്ങുക, 3-ലേക്ക് പോവുക. ഒരു 3 വ്യക്തികളെങ്കിലും നമ്മൾ തൽക്കാലം പിടിച്ചു നിർത്തിക്കുക, ഒരു 6 വ്യക്തികളാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ആദ്യത്തെ 3 പേരും പിന്നെ നമുക്ക് പതുക്കെ പതുക്കെ 4, 5, 6. ഇതിൽ പല ആൾക്കാരും, ഒരു വർഷം ആൾക്കാർ ഇപ്പോഴും 3 പേരിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു വർഷം ആൾക്കാർ ഇപ്പോഴും 3-ൽ തന്നെ നിൽക്കുകയാണ്. അവർ 4-ാമത്തേക്ക് പോകാൻ പോലും ഞാൻ ആയിട്ടില്ല എന്ന് പറയാറുണ്ട്. ഓക്കെ, 6 ഇല്ലെങ്കിലും 3 പേരുണ്ടെങ്കിൽ നമുക്ക് ഈ 8,000 രൂപ അല്ലെങ്കിൽ 15,000 ഒക്കെ വരുമാനം വാങ്ങിക്കാൻ പറ്റും. 20,000, 50,000, 70,000 ഒക്കെ 3 ടീമിലൂടെ വാങ്ങിക്കാൻ സാധിക്കും കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 3 പേരെങ്കിലും നമുക്ക് സീരിയസ് ആയി കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ വരുമാനം വാങ്ങിക്കാൻ സാധിക്കും. പക്ഷെ 6 പേരുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഈ 8,000 രൂപ വരുമാനം വാങ്ങിക്കാൻ സാധിക്കും. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, എ ബി സി ഡി ഇ എഫ് നമ്മളെല്ലാവരും 100 PV ചെയ്യാണ്. ഓക്കെ, നമ്മളെല്ലാവരും ഇപ്പോൾ കുമാരി ചേച്ചിനെ വിളിക്കാം. എനിക്ക് എൻ്റെ ചേച്ചിയാണ്, അപ്പോൾ നമുക്ക് അങ്ങനെ വിളിക്കാം. കുമാരി ചേച്ചി എല്ലാ മാസം 300 PV ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ കുമാരി ചേച്ചിക്ക് 8,000 രൂപ വരുമാനം കിട്ടിയാൽ ഹാപ്പി ആവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ വൈ എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തി കുമാരി ചേച്ചിയാണ്. 100 PV ചെയ്യുന്ന ഒരു മാസം 100 PV പർച്ചേസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അവർ ചെയ്യേണ്ടത്, അവരെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന ഒരു 6 ടീം ഉണ്ടെങ്കിൽ, ഒരു 6 വ്യക്തികളെ അവർക്ക് ബിസിനസ് ജോയിൻ ചെയ്യിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അവർ 100 PV ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, നമ്മൾക്ക് 100 PV ചെയ്യാൻ സാധിക്കുന്നു. നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ, അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പം നമുക്ക് 100 PV ആവും. സ്വന്തം വീട്ടിലേക്ക് സ്ഥിരമായിട്ട് കടകളിൽ പോയി വാങ്ങിക്കുന്ന സാധനങ്ങൾ ലിസ്റ്റ് എഴുതി വെച്ച് കഴിഞ്ഞാൽ, അത് വെസ്റ്റിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ 100 പോയിന്റ് ആയിട്ടുണ്ടോ, ഏകദേശം 3,000-ന് മേലെ. ആ സാധനം നമ്മൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെപ്പോലെ ആവശ്യക്കാർ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്, വരുമാനം ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ ലിസ്റ്റിൽ നിന്ന് നമ്മളൊരു 3 പേരെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. പരിചയക്കാരെന്തെങ്കിലും വരത്തില്ല. ഓക്കെ, നിങ്ങൾ നന്നാവുന്നുണ്ടോ വരാത്ത വരുന്നുണ്ട്, അവർക്ക് വരുമാനം വേണ്ടാഞ്ഞിട്ടല്ല, ഇതിലൂടെ നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നുള്ള പേടി കൊണ്ട് മാത്രം വരാതിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ആവശ്യക്കാരെ, ബിസിനസ്സിനെ ആഗ്രഹിക്കുന്ന, വരുമാനം സീരിയസ് ആയിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു 6 പേരെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്.
6 പേര്, കുറേ പേരോട് പറയുമ്പോഴാണ് 6 പേരെ സീരിയസ് ആയി കിട്ടത്തുള്ളൂ. അത് നിങ്ങൾക്ക് പഴയ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. കുറേ വ്യക്തികളിലേക്ക് സ്ഥിരമായിട്ട് ഡെയിലി ദിവസവും നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു 6 പേരെ കിട്ടുന്നുണ്ടാവും. അത് ദിവസവും ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ആൾക്കാരെ കിട്ടത്തുള്ളൂ. വല്ലപ്പോഴും കൂടി പറയുകയാണെങ്കിൽ ഒരു വർഷമായപ്പോൾ നിങ്ങൾക്ക് ഒരു 6 പേരെ സെറ്റാക്കാൻ സാധിക്കത്തില്ല. ഈ 6 പേരൊന്നും അവസാനം ഉണ്ടാവത്തില്ല കേട്ടോ. ഈ ആദ്യം വന്ന 6 പേരൊക്കെ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവസാനത്തെ 2-3 നേരം കാണാനുണ്ടാവില്ല. നിങ്ങൾക്ക് പുതിയ ആൾക്കാരെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ടാവും ആ ഗ്യാപ്പിൽ. ഓക്കെ, ഈ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് ഡ്യൂപ്ലിക്കേഷൻ ചെയ്താൽ നമുക്ക് ഈ വരുമാനത്തിലേക്ക് പോകാൻ സാധിക്കും. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഈ ബിസിനസ്സിലേക്ക് വരുന്നു, ID രജിസ്ട്രേഷൻ ചെയ്യുന്നു, നമ്മുടെ വീട്ടിലേക്കുള്ള എന്തെങ്കിലും കുറച്ച് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു, എന്തെങ്കിലും കുറച്ച് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു. അതെന്തിനാ എടുത്തെടുത്ത് ഹൈലൈറ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ ആ കമ്പനിയുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുന്നുണ്ടാവും, കണ്ടിന്യൂ ഇല്ല, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ബിസിനസ് ഇഷ്ടപ്പെടുന്നുണ്ടാവും, കുറച്ചൊരു എനർജി കിട്ടുന്നുണ്ടാവും. അതിനുശേഷം ഇതന്നെയല്ലേ നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ചെയ്യുന്നത് തന്നെയല്ലേ അല്ലേ? അൻസാർഭായി ചെയ്യുന്നു, മീറ്റിംഗ് അറ്റൻഡ്, മുകുന്ദയുടെ മീറ്റിംഗ് അറ്റൻഡ്, സുരേന്ദ്രൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു, എല്ലാവരും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട്, 100 PV പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇതാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റി. ഇത് ചെയ്യുന്ന ഒരു 6 വ്യക്തികളെയാണ് നമുക്ക് ആവശ്യമുള്ളത്. നിങ്ങളെല്ലാവരും അതിനാണ് ശ്രമിക്കേണ്ടത്. ഒരു 100 PV ചെയ്യുന്ന 6 വ്യക്തികൾ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റിലത്തെ പർച്ചേസിങ് ഏകദേശം നിങ്ങളുടെ 100 PV, അവർ 6 പേരും 100 PV ചെയ്യുന്നുണ്ടാവും. ഏകദേശം 700 PV നമുക്ക് അവിടെ ഫസ്റ്റിലത്തെ മാസം തന്നെ ആവുന്നുണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാസ്റ്റായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ 6 പേരെയും നമുക്കൊരു 300 PV എത്തിക്കാൻ ശ്രമിച്ചാൽ മതി. ഓക്കെ, 6 പേരെയും 300 ആകുമ്പോൾ അവർ ഫാസ്റ്റായിട്ട് 8% ആവുന്നുണ്ടോ? ഓക്കെ, വരച്ച് കൂട്ടുന്ന ആൾക്കാർ ഞാൻ വേറെ പേപ്പർ തരാം കേട്ടോ. ആരോ സ്ക്രീനിലൊക്കെ വരച്ച് കൂട്ടുവാണ്. അബ്ദുൾ വാഹിദേ, ഇതൊന്ന് ശ്രദ്ധിക്കും, സ്ക്രീനിൽ വരക്കല്ലേ. കൈ ഒന്ന് ആ മൊബൈൽ താഴെ വെച്ചിട്ട് സൈഡിൽ വെച്ചിട്ടൊന്ന് ഇരിക്കും. നിങ്ങൾ അറിയാണ്ട് തട്ടിപ്പോകുന്നതായിരിക്കും, എനിക്കറിയാം. ഓക്കെ, മൊബൈൽ താഴെ വെക്കൂ, എന്നിട്ട് കൈയെല്ലാം മാറ്റി വെച്ചിട്ട് ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കും. എന്നുവെച്ചാൽ പേനയും പേപ്പറും വെച്ച് വേണമെങ്കിൽ എഴുതിക്കോളൂ, ഇല്ലെങ്കിൽ എഴുതണ്ട, കേൾക്കും. ഓക്കെ, ഇവിടെ ഞാൻ ഈ പറഞ്ഞ നമ്മൾ ചെയ്യുന്ന അതേ കാര്യം ഇപ്പം മുഹമ്മദ് നൂർ ഇക്ക, നമ്മൾക്ക് എല്ലാ മാസം സാധനം വാങ്ങിക്കുന്ന വ്യക്തിയാണ്, ഒരുപാട് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് നല്ലൊരു വരുമാനത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ട കാര്യം, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഒരു 6 പേരെ എല്ലാ മാസവും സ്ഥിരമായിട്ട് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റാൻ സാധിക്കുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടീമിലും ആ 6 പേര് ഇതേപോലെ 100 PV സാധനം വാങ്ങിക്കുന്നുണ്ടാവും. അവർ ബിസിനസ് മൈൻഡുള്ള വ്യക്തിയാണെങ്കിൽ അവരെ ബിസിനസ്സിലേക്ക് കണക്ട് ആക്കുക, മീറ്റിങ്ങിലേക്ക് കണക്ട് ആക്കുക, സെയിം അവരെ ഇത് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യിപ്പിച്ചാൽ മതി. ചിലപ്പോൾ നമ്മൾ പറയുന്ന വ്യക്തിക്ക് ബിസിനസ്സിനോട് താല്പര്യം ഉണ്ടാവത്തില്ല, സാധനം നല്ലതായതുകൊണ്ട് ചിലപ്പോൾ സാധനം വാങ്ങിച്ച് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ കസ്റ്റമറായിട്ട് സൈഡിൽ മാറ്റി വെക്കണം കേട്ടോ. ഇതിൽ പല ആൾക്കാരും കസ്റ്റമറായിട്ട് കൊണ്ടുവന്ന ശേഷം ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്, അതിന് 5-6 മാസം പിടിക്കും കേട്ടോ. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ച് കസ്റ്റമർ ആക്കിയതിന് ശേഷം ബിസിനസ്സിലേക്ക് സീരിയസ് ആക്കി മാറ്റാനാണ് കൂടുതൽ ആൾക്കാർ ശ്രമിക്കുന്നത്, ഞാൻ കണ്ടിട്ടുള്ളത്. അല്ല, പല ആൾക്കാരും അങ്ങനെ ചെയ്യാം, അവരെ സാധനം വാങ്ങിച്ച് ഉപയോഗിച്ചു, ഇഷ്ടപ്പെട്ടു, ഇനി അവർക്ക് പതുക്കെ ഒരു ഐഡിയ എടുത്ത് കൊടുത്ത് ബിസിനസ്സിലേക്ക് കണക്ട് ആക്കണം എന്നൊക്കെ വിചാരിക്കും. അവർ മീറ്റിങ്ങിലൊന്നും കയറത്തില്ല, പക്ഷേ മീറ്റിങ്ങിലൊന്നും കയറിയിട്ടില്ലെങ്കിൽ ബിസിനസ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കും. പക്ഷേ ക്ലാസ്സുകൾ കയറാത്ത, മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാതെ ബിസിനസ്സിൽ വിജയിക്കുന്ന ആൾക്കാർ 1% പോലും ഉണ്ടാവത്തില്ല കേട്ടോ. മീറ്റിങ്ങിൽ പങ്കെടുക്കാത്ത വ്യക്തി ഈ ബിസിനസ്സിൽ വിജയിക്കത്തില്ല, 1% പോലും വിജയിക്കത്തില്ല. ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന വ്യക്തി, ബിസിനസ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന വ്യക്തി, നമ്മൾ അപ്ലൈ ആയിട്ട് ഡെയിലി സംസാരിക്കുന്ന വ്യക്തി, അല്പം വൈകി കഴിഞ്ഞാൽ പോലും, അവർക്ക് ജോയിനിങ് ആവുന്നില്ലെങ്കിൽ പോലും അദ്ദേഹം ബിസിനസ്സിൽ ഉണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം വിജയിക്കുന്നുണ്ടാവും. എത്ര വൈകിയാൽ ചിലപ്പോൾ 4 വർഷം കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിന് ഒന്നും ആയിട്ടില്ലെങ്കിൽ പോലും 5-ാമത്തെ വർഷം അദ്ദേഹത്തിന് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. വ്യക്തമായി മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുവരെ ജോയിനിങ് ആയിട്ടില്ല, ആരെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല, ഒരു വിഷമം വേണ്ട. നിങ്ങൾ ബിസിനസ് പഠിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ആൾക്കാരായിട്ടുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ സംശയങ്ങളുണ്ടോ? എനിക്ക് ആരും വരുന്നില്ല സാറേ, ഇന്ന് എനിക്ക് 2-3 ആൾക്കാർ മെസ്സേജ്, സാറേ ആരും വരുന്നില്ല, ഞാൻ കുറേ ആളോട് പറഞ്ഞു എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു വിഷമം വേണ്ട, നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക, പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. റിജക്ഷൻ വരും, കളിയാക്കൽ കേൾക്കാം, കുഴപ്പമില്ല. കളിയാക്കലോ റിജക്ഷനോ നമുക്ക് വിഷമമില്ല. നമ്മുടെ ലക്ഷ്യം വരുമാനം ഉണ്ടാക്കുക, ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്, നല്ലൊരു ആരോഗ്യം ഉണ്ടാക്കലാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു സമയം ദൈവം നിങ്ങളുടെ മുന്നിൽ നല്ല ഇതിൽ ക്രൗൺ ഡയറക്ടറും ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കാൻ പറ്റുന്ന ആൾക്കാർ നിങ്ങൾ താഴെ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കാൻ സാധിക്കുന്ന ആൾക്കാർ നിങ്ങൾ താഴെ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ടോ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വരുമാനം കൂടിക്കോളും.
ഓക്കെ, ഈ ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ചെയ്യുന്ന അതേപോലെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്ന 6 പേര് നമ്മളോടൊപ്പം ഉണ്ടാവണം. ആ 6 പേരും ഇത് തന്നെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്ന ലെവലിലേക്ക് പോവുക. അതിന് താഴെ വന്നിരിക്കുന്നവരും ഇത് തന്നെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്ത് പോകുന്ന സമയത്ത് ഈ പോയിന്റുകൾ ചേർന്ന് നമ്മൾ ഏകദേശം 16%, 5500 പോയിന്റ് വാല്യൂ ആവുന്നുണ്ടാവും. ഓക്കെ, ഇത് ഉദാഹരണത്തിന് നിങ്ങളിപ്പം ഈ ഒരു വ്യക്തി ഇപ്പം പ്രമോദ് ഭായ് ദുബായിൽ ഇരുന്നുകൊണ്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം ജോയിൻ ചെയ്തു, അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിച്ചു, ഉപയോഗിച്ചു, ഇഷ്ടപ്പെട്ടു, പിറ്റത്തെ മാസം 100 PB ചെയ്തു. അദ്ദേഹം അതേപോലെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന വ്യക്തിയെ, പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന വ്യക്തിയെ, ബിസിനസ്സിൽ താല്പര്യമുള്ള വ്യക്തി ഒരു 6 പേരെ 100 PBയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ, ആ താഴെയുള്ള വ്യക്തി ഇത് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആ പോയിന്റ് വാല്യൂ 8% നിന്നും 12%, 12 നിന്നും 16% പോകുന്നുണ്ടാവും. 5500 പോയിന്റ് ആയിട്ടുണ്ടാവും. ഈ 5500 പോയിന്റ് ആവുന്ന സമയത്ത് ഇതിലിപ്പോൾ അൻസാർ ഭായി ബ്രോൺ സെലക്ടർ ആവാൻ നിൽക്കുന്ന വ്യക്തിയാണ്. വേറെയും കുറേ ആൾക്കാർ ഈ മാസം ബ്രോൺ സെലക്ടർ ആവാൻ നിൽക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങളിപ്പം 16%-ലാണ് ഉള്ളതെങ്കിൽ, ഓക്കെ, നിങ്ങൾ 16%-ലാണ് ഉള്ളത്, ബ്രോൺ സെലക്ടർ ഈ മാസം ആവണം. അല്ലെങ്കിൽ 12% കഴിഞ്ഞിരിക്കുന്ന വ്യക്തിയാണ്, ബ്രോൺസിലേക്ക് പോകാൻ പോകുന്ന വ്യക്തിയാണ്. ഒരുപാട് ആൾ, നിഖിലുണ്ട്, അനുശ്രീയുണ്ട്, ഒരുപാട് ആൾക്കാർ ഈ മാസം ബ്രോൺ സെലക്ടർ ആവാൻ നിൽക്കുന്ന, അലിയമ്മ മാഡം, ഷമീറത്ത്, ഒരുപാട് ആൾക്കാർ ആ ലെവൽ അച്ചീവ്മെന്റ്സ് കാത്തിരിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ വരുമാനം ഈ ഒരു ജനുവരി മാസം തീരുമ്പോഴേക്കും നിങ്ങളുടെ വരുമാനം 8000 രൂപയാവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് 6 ടീം ഉണ്ടെങ്കിൽ ഈ 6 ടീമിലെ വോളിയം 300, 500 കണ്ടോ, ഇവിടെ കാണുന്നുണ്ടോ വോളിയം കണ്ടോ, 300 PB, 500 PB, 300 PB, 600 പോയിന്റ്, ഈ ലെവലിലുള്ള 6 ടീമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ ഈ മാസം ബ്രോൺ സെലക്ടർ ആവുന്നുണ്ടാവും. 2600 PBക്ക് മേലെ വരുന്നുണ്ടാവും നിങ്ങളുടെ PB. നിങ്ങളുടെ വരുമാനം 8100, ഏകദേശം 1000-ന് മേലെ, അല്ലെങ്കിൽ 7500 മേലെ, 8500 ഇടയിലുള്ള വരുമാനം നിങ്ങൾക്ക് വരുന്നുണ്ടാവും. അത് പെർഫോമൻസ് ബോണസും 3456 രൂപ, ഡയറക്ടർ ബോണസ് 2162, ടീം ബിൽഡിംഗ് ബോണസ് 2500. ഈ ഒരു ലെവലിൽ ഏകദേശം ഡയറക്ടർ ബോണസിന് അടുത്തുള്ള എമൗണ്ട് ടീം ബിൽഡിംഗ് ബോണസ് നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ടാവും. ഓക്കെ, ഇപ്പം അൻസാർ ഭായി ഈ മാസം ബ്രോൺ സെലക്ടർ ആവുകയാണ്. നിങ്ങൾക്ക് 2600 പോയിന്റ് ഇല്ല, 2000 PB മാത്രമേ ഉള്ളൂ, മിനിമത്തിലാണ് ക്വാളിഫൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ താഴത്തെ വോളിയം 2500-നുള്ള എമൗണ്ട് കുറയുന്നുണ്ടാവും, മേലത്തെ 2 എമൗണ്ട് മാത്രമേ വരുന്നുണ്ടാവും. ഒരു 4000, 5000 രൂപക്കുള്ള എമൗണ്ട് ആയിട്ട് നമുക്ക് ബ്രോൺ സെലക്ടർ വരുന്നുണ്ടാവും. ഓക്കെ, ഒരു നല്ലൊരു ബ്രോൺ സെലക്ടറിന് ഇൻകം ഒരു 8000 രൂപ വരുമാനം വാങ്ങിക്കാൻ ടീം ബിൽഡിംഗ് ബോണസോട് ക്വാളിഫൈ ചെയ്താൽ മതി. 2600 PBയിലേക്ക് ക്വാളിഫൈ ചെയ്താൽ മതി. ഇപ്രാവശ്യം ഒരുപാട് ആൾക്കാർ നമ്മുടെ ടീമിൽ നിന്ന് ബ്രോൺ സെലക്ടർ റീക്വാളിഫൈ ചെയ്ത് 2600 PBക്ക് മേലെയാണ്. അപ്പോൾ ടീം ബിൽഡിംഗ് ബോണസ് അടക്കം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊസിഷനാണിത്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ ഒരു 2 മിനിറ്റ് സ്ലൈഡ് ഓഫ് ആക്കാനുണ്ട്. കാരണം വെച്ചാൽ നിങ്ങളിത് കാണുന്നുണ്ടോ, നിങ്ങളുടെ മുഖം കാണുന്നുണ്ടോ, കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? എല്ലാവരും ഇവിടെ ഉണ്ടോ? ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഞാൻ ആ വലിയ ലക്ഷത്തിലെ വരുമാനത്തിൽ ഇന്ന് കൊണ്ടുവന്നില്ല കേട്ടോ. ഇന്ന് ഞാൻ കുറച്ചേ കൊണ്ടുവന്നുള്ളൂ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തപ്പോൾ എനിക്ക് തോന്നി കുറേ ആൾക്ക് ക്ലിയർ ആയിട്ടില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അതിന് ശേഷം പിന്നെ ആരും ചോദിച്ചിരുന്നില്ല. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഈ പരമാവധി സംശയം ചോദിക്കുന്ന ആൾക്കാർ, പുതിയ ആൾക്കാർ വേണ്ട. ഈ 16% നിൽക്കുന്ന, അല്ലെങ്കിൽ 12% കഴിഞ്ഞിരിക്കുന്ന ആൾക്കാർ വേണമെങ്കിൽ ചോദിച്ചു, ഞാൻ ക്ലിയർ ആക്കി തരാം. ആർക്കെങ്കിലും പുതിയ ആൾക്കാർ, ബിസിനസ് കുറച്ചൊക്കെ മനസ്സിലാക്കിയ ആൾക്കാരുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇന്ന് തീർന്നിട്ട് നമുക്ക് നാളെ അടുത്ത മാസം പറഞ്ഞുതരാം. ചോദിച്ചോളൂ. രാജി ചേച്ചി ചോദിക്കാം, ദിലീപേട്ടൻ്റെ വൈഫ് രാജി ചേച്ചിക്ക് ചോദിക്കാം. ഇപ്രാവശ്യം ബ്രോൺസ് കളിക്കേണ്ട ആൾക്കാരാണ്. ജോസഫ് ഭായിക്ക് ചോദിക്കാം, ആർക്ക് വേണം ചോദിക്കാം. നിങ്ങളൊന്നും നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാതുകൊണ്ട് നമുക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. നമ്മളെ സംസാരിക്കുന്ന ആൾക്കാർ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഒന്നും ചോദിക്കാത്ത ആൾക്കാർ എല്ലാം പഠിച്ചിരിക്കുന്ന ആൾക്കാരായിപ്പോൾ. പറയും, രാജേട്ടൻ പറയും. നമ്മളെ താഴെ ഈ 300 PB വരണ്ടേ സാറേ? അപ്പൊ ആ കൊണ്ടുവരുന്നവര് 300 PB ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആണെങ്കിൽ എന്താ ചെയ്യും സാർ? അല്ല, അത് സെയിം നമ്മൾ ഇപ്പം അൻസാർ ഭായി 100 PB ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ല. അൻസാർ ഭായിക്ക് 100 PB ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. സുധീർ സുലൈമാന് ബുദ്ധിമുട്ടുണ്ടോ 100 PB ചെയ്യാൻ? അദ്ദേഹം ചെയ്യുന്ന വ്യക്തിയാണ്. നിങ്ങളുടെ ഡൗൺ ലൈൻസ് അല്ലേ? അല്ലേ? ബുദ്ധിമുട്ടില്ല. സുധീർ സുലൈമാനെ താഴെ ഒരു വ്യക്തി ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ ബുദ്ധിമുട്ട് വരുമോ 100 PB ചെയ്യാൻ? ഒരിക്കലും നിങ്ങൾ താഴെ ഇപ്പം ജോയിനിങ് ഉണ്ടോ ഇല്ല എനിക്കറിയത്തില്ല, ഞാൻ ചോദിക്കുന്നതല്ല. അഥവാ അൻസാർ ഭായിനെ പോലത്തെ ഒരു വ്യക്തി സുധീർ സുലൈമാനാണ്, സുധീർ സുലൈമാന് താഴെ അതുപോലെ ഒരു വ്യക്തി വരികയാണ്, അദ്ദേഹം 100 PB ചെയ്യുന്നുണ്ട്. അതേപോലെ രണ്ടാമത്തെ വ്യക്തി, നിങ്ങളുടെ രണ്ടാമത്തെ ഒരാളും ജോയിൻ ചെയ്യുമ്പോൾ അദ്ദേഹം 100 PB ചെയ്യുമ്പോൾ സുധീർ സുലൈമാന്റെ PB എത്ര? 300 ആയില്ലേ? അല്ലേ? അപ്പോൾ അൻസാർ ഭായിയുടെ ആദ്യത്തെ ടീം സുധീർ ആണെങ്കിൽ 300 PB ആയോ?
അതെ ആ രണ്ടാമത്തെ ടീം സിനി ആണെങ്കിൽ സിനിക്ക് 100 PV കൺസിസ്റ്റൻസി ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ 3-4 ടീം അത് ചെയ്യുന്ന സമയത്ത് അവരെ PV ആവില്ല, 300, 400, 500 ആവില്ല. yes. നമ്മൾ ഇവരോട് വലിയ ഭാരം ചുമക്കാൻ പറയുന്നില്ലല്ലോ. സെൽഫ് PV അദ്ദേഹത്തിന്റെ വീട്ടിലെ സാധനം വാങ്ങിക്കാൻ സുധീറിനോട് പറയുന്നുള്ളൂ, അല്ലേ? ഇത് തന്നെയാണ് അവരെ താഴെ നിർത്തിയും ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്നുള്ളൂ. സുധീറിന്റെ കൂടെ 2 ടീം ഉണ്ടെങ്കിൽ ആ 2 പേരും 100 PV ചെയ്യുന്നു, സുധീർ 100 ചെയ്യുന്നു, 300 PV ആയോ? അതെ അതെ ആയില്ലേ? സിമ്പിൾ അല്ലേ ആ സാധനം? സിമ്പിളാണ്. ഒരു വലിയ മല, ഹനുമാൻ പൊക്കിയ പോലെ മല പൊക്കണം വേണ്ടല്ലോ. നമ്മൾ ചെയ്യുന്ന കാര്യം മറ്റേ വ്യക്തി ചെയ്യുന്നു. ചിലപ്പോൾ സുധീറിന്റെ കൂടെ വന്ന വ്യക്തിക്ക് 100 PV ചെയ്യാൻ പറ്റാത്ത വ്യക്തിയാണ്, പാവപ്പെട്ട വ്യക്തിയാണ്, അത്രയും സാധനം വാങ്ങിക്കാൻ കഴിവുള്ളൂ. പകരം ഒരാളും കൂടെ എക്സ്ട്രാ ജോയിൻ ചെയ്ത് അദ്ദേഹത്തെ കൂടെ 50 ചെയ്യിപ്പിച്ച പോലെ. അതെ അതെ സിമ്പിൾ ആയില്ലേ? പണി കുറച്ച് കുറഞ്ഞില്ലേ? അല്ല നിങ്ങൾക്ക് 50 ചെയ്യാൻ പറ്റില്ല, 30 ചെയ്യാൻ പറ്റുള്ളൂ, ഒരു 4 പേരെ ജോയിൻ ചെയ്യിപ്പിച്ച പോലെ. സിമ്പിളാണ്. ഇത് നിങ്ങൾ വലിയൊരു ചിന്തിക്കും. ഞാൻ അതുകൊണ്ട് ആ വലിയ സൈഡിലേക്ക് പോകാതിരുന്നത്. ആ 2.5 ലക്ഷത്തിനൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഇത് കേട്ടിട്ട് അങ്ങ് ഇറങ്ങിപ്പോവും. നല്ല സെഷനാണ്, സാറാന്ന് അടിപൊളി സെഷൻ ചെയ്തു എന്നിട്ട് പോകും. അടുത്ത കൊല്ലം അതിൻ്റെ അപ്പുറത്തെ കൊല്ലം നിങ്ങൾ 8,000 രൂപ എത്തുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആ സ്ലൈഡ് ഓഫാക്കിയത്. ഇത് മാത്രം ഈ ഒരൊറ്റ പേജ് മാത്രമേ പറഞ്ഞു, വേറെ ഒറ്റ സൈഡ് ഞാൻ ഓപ്പൺ ആക്കുന്നില്ല. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ അൻസാർ ഭായിക്ക് 100 PV ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. 100 വേണം, 150 ചെയ്യാൻ സാറേ, 200 വേണമെങ്കിൽ ചെയ്യാൻ സാർ. അൻസാർ ഭായി കൂളായിട്ട് പറയും. സുധീറും വേണമെങ്കിൽ പറയും 100 200 ഞാൻ ചെയ്തോളാം സാറേ എന്ന് പറയാറുണ്ട്, ഇല്ലേ? അൻസാർ അതെ ഭായി, സുധീർ ഭായി, നിങ്ങൾ ഈ കൊണ്ടുവരുന്ന സമയത്ത് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു? ഇദ്ദേഹം ഇത് ചെയ്യുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ലല്ലോ, ഒരിക്കലും വിചാരിച്ചില്ല. പിന്നീട് ആ തീരുമാനം എടുത്ത് വന്നത്. എല്ലാം അറിഞ്ഞു വന്നപ്പോഴാണ് നമ്മൾ ഇത് വാങ്ങിക്കാൻ തുടങ്ങിയത്. ഇത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടതും, ഇത് തന്നെയാണ് നമ്മൾ ശ്രമിക്കേണ്ടതും, കേട്ടോ. അല്ല സുധീർ ഭായി വരുന്ന സമയത്തും, അല്ല അൻസാർ ഭായി വരുന്ന സമയത്തും ഞാൻ വിചാരിച്ചില്ല, മുംതാസും വിചാരിച്ചില്ല, ഷംന ടീച്ചറും ആരും വിചാരിച്ചില്ല നിങ്ങളൊക്കെ ഇതിൽ നിൽക്കുമോ എന്നുള്ളതും ഇത് കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളതും നാട്ടിൽ കാണുന്ന എല്ലാ മീറ്റിംഗിൽ പങ്കെടുക്കാൻ നമ്മൾ വിചാരിച്ചില്ല. പക്ഷെ നിങ്ങൾ പതുക്കെ 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 ഇതായി വന്നതല്ലേ. അത് അതെ, അറിഞ്ഞു തന്നെയാണ് നമ്മൾ വന്നപ്പോഴാണ്. അങ്ങനത്തെ ആൾക്കാരെ കണ്ടുപിടിക്കാനും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും, കണ്ടിന്യൂ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ആൾക്കാർ വരും. നമ്മളെപ്പോഴും സാറേ എൻ്റെ കൂടെ ആരും ജോയിൻ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ സാറിന് മെസ്സേജ് അയക്കാത്തത്, അതുകൊണ്ടാണ് ഞാൻ മീറ്റിംഗ് കയറാത്തത്. അങ്ങനെ ഇത് മീറ്റിംഗ് കയറാതിരുന്നാൽ ആരെങ്കിലും വന്ന് ജോയിൻ ചെയ്യോ? ഇല്ല. എനിക്ക് മെസ്സേജ് അയക്കാതിരുന്ന ആരെങ്കിലും ജോയിൻ ചെയ്യോ? ഇല്ല. ഇത് അഥവാ കണ്ടിന്യൂ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ടോ? ആ എനർജി സമയത്ത് നമ്മളോട് സംസാരിക്കുന്നത് ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ടോ, കേട്ടോ. അതുകൊണ്ട് അൻസാർ ഭായി ശ്രദ്ധിക്കേണ്ടത്, ഞാൻ അന്ന് പറഞ്ഞില്ല, എനിക്കൊരു 5-6 പേര് പറഞ്ഞു. ആ പേര് പോലെ സുധീറിന് എങ്ങനെയെങ്കിലും ഈ മാസം, സുധീറിന്റെ PV ഈ മാസം ഒരു 500 ആക്കാൻ ശ്രമിക്കും. ഓക്കെ, ഞാൻ ഈ പേര് അൻസാർ ഭായിനെ വിളിക്കുന്ന സമയത്ത്, സുധീറിന്റെ പേര് പറയുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ടത്, രാജി ചേച്ചി ചിന്തിക്കേണ്ടത്, ദിലീപാടെ ചിന്തിക്കേണ്ടത് അവരുടെ താഴെയുള്ള വ്യക്തി ആരാണോ, നിങ്ങൾക്കൊരു ജോയിനിങ് ഉണ്ടാവും. ജോസഫായി ചിന്തിക്കേണ്ടത് ആരാണോ സൈഡിലുള്ള ടീം, ഫസ്റ്റ് ടീം ആരാണോ, രണ്ടാമത്തെ ടീം ആരാണോ, ഇത് മനസ്സിൽ പേര്. ഞാൻ അൻസാർ ഭായി പേര് വിളിച്ചെന്നുള്ള സംശയം ചോദിച്ചപ്പോൾ രാജേഷ് ഏട്ടന് പറഞ്ഞുതരാം, ഒറ്റ മിനിറ്റ്. ഓക്കെ, അപ്പോൾ അൻസാർ ഭായിക്ക് സംഭവം മനസ്സിലായി. 300 PV അദ്ദേഹം ഒറ്റയ്ക്ക് ചെയ്യാനല്ല ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ടോട്ടൽ PV ആ മാസം 300 ആവാൻ ശ്രമിച്ചൂടെ? ഓക്കെ, ഇത് സെയിം ഡ്യൂപ്ലിക്കേഷൻ അൻസാർ ഭായി സുധീറിനും ഈ വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും കുറച്ച് ചെയ്യുമ്പോൾ. ഇത് അപ്പോൾ അൻസാർ ഭായി രണ്ടാമത്തെ ലെഗ് ആരാണോ, സിനി ആണെങ്കിൽ സിനിയോട് പറയാം ഇതേപോലെ ഈ മാസം നമുക്കൊരു ടാർഗറ്റ് വേണം, ഒരു 500 PV എങ്കിലും, അല്ലെങ്കിൽ 600 PV എങ്കിലും ഈ മാസം നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ ആ സിനി പറയും അയ്യോ അത്രയൊന്നും പറ്റത്തില്ല, എനിക്ക് 100 PV പറ്റും. അതേ വേണ്ടു. നിങ്ങളെ താഴെ ഷിബു ജോയിൻ ചെയ്തിട്ടുണ്ട്, അല്ലെ മറ്റേ ടീമിൽ അവരുണ്ട്, അവരൊക്കെ ജോയിൻ, അവരെ നമുക്ക് ഇപ്രാവശ്യം ഒരു ഫാസ്റ്റ് ഔട്ട് 8% ആക്കണം. എന്തിനാ ഫാസ്റ്റ് ഔട്ട് 8% ഫോട്ടോ ഞാൻ ഗ്രൂപ്പിലിടുന്നത്? എനിക്ക് വേറെ പണിയില്ലാണ്ടാണോ? അതൊരു ഹരമാണ് മറ്റവർക്കും കൂടെ ആവാൻ. അത് ചില ആൾക്കാർ ആ ഫോട്ടോ കാണുമ്പോൾ സാർ ഇതെന്താ സംഭവം, ഇതാവാൻ എന്താ വേണ്ടേ എന്ന് ചോദിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവരോട് നിങ്ങൾക്ക് ഇത്രയും കൂടെ PV വന്നിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ നമുക്ക് ഇടാൻ പറ്റും. അവരിതാ അന്ന് തന്നെ പർച്ചേസ് ചെയ്ത് ഫോട്ടോ അയച്ചെടുത്തുകൊണ്ടിരിക്കും. ഇത് കാണുമ്പോഴേ മറ്റവർക്ക് ആകാൻ തോന്നത്തുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ്, സുധീർ ഭായിൻ്റെ താഴെ ആരെങ്കിലും ബിസിനസ് സീരിയസ് ആണെങ്കിൽ, അദ്ദേഹം മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത വ്യക്തിയാണെങ്കിൽ മാത്രമേ ഈ കാര്യം നടക്കത്തുള്ളൂ. അദ്ദേഹം മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടില്ല, സമയമില്ലാത്തതുകൊണ്ടാണ്. പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് കസ്റ്റമറായിട്ട് കണ്ടാൽ മതി, ബിസിനസ് കാണണ്ട. നിങ്ങളുടെ കൂടെ സാധനമായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തിയുണ്ട്, മീറ്റിങ്ങിൽ കയറാൻ സമയമില്ല എന്ന് പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിന് സന്തോഷത്തോടെ സ്വീകരിച്ചോളൂ, കുഴപ്പമില്ല, അവിടെ സൈഡിൽ വെച്ചോളൂ. വരുമാനത്തിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ PV കുറച്ച് കൂടാൻ വേണ്ടിയിട്ട് അവർ കൂടെ വെച്ചു. PV എന്ന് പറഞ്ഞാൽ പോയിന്റ് വാല്യൂ, കേട്ടോ പ്രസീത മാഡം, പോയിന്റ് വാല്യൂ. ഓക്കെ, ഈ പോയിന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ മണി വാല്യൂ, ദുബായിൽ ദറംസ് ആണ്, സൗദിയിൽ റിയാൽ, ഓരോ രാജ്യത്തും മണി വാല്യൂ വ്യത്യാസം. ഫിലിപ്പീൻസിൽ വേറെ, ഗാനയിൽ വേറെ, നേപ്പാളിൽ വേറെ, ബംഗ്ലാദേശിൽ വേറെ. എനിക്ക് ഈ സ്ഥലത്തൊക്കെ ബിസിനസ് ഉള്ളത് കൊണ്ട്, എനിക്കല്ല, ഈ ബിസിനസ് ചെയ്യുന്ന എല്ലാ ലീഡർമാർക്കും പല സ്ഥലങ്ങളിൽ ബിസിനസ് ഉള്ളതുകൊണ്ടും അവർ പർച്ചേസ് ചെയ്യുമ്പോൾ അതിനെ PV ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നമ്മൾ സാധനം വാങ്ങിക്കുമ്പോൾ ഓരോ പ്രൊഡക്റ്റിന് PV കാൽക്കുലേഷൻ വെച്ചിട്ടുണ്ടാവും. ഈ PVയെ BV ആയിട്ട് മാറ്റും, ബിസിനസ് വോളിയമായിട്ട് മാറ്റുന്നുണ്ടാവും. എന്ന് വെച്ചാൽ ഞാനത് പറഞ്ഞുതരാം. 100 PV ചെയ്യുന്ന വ്യക്തിക്ക്
അതിനെ ബിസിനസ് വോളിയമായിട്ട് കാൽക്കുലേഷൻ ചെയ്യും. വേണമെങ്കിൽ എഴുതി വെച്ച് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ഞാൻ കഴിഞ്ഞ ഗ്രൂപ്പിൽ ഇട്ടുതരാം. ഓക്കെ, 100 PV സാധനം വാങ്ങിച്ചു വെക്കും. 100 PV ഇട്ടോ, കറക്റ്റ് 100 PV ആണെങ്കിൽ ഇൻറ്റു തുടക്കക്കാരനാണെങ്കിൽ 5% ഇൻറ്റു 18 സമം എത്രയാണെന്ന് നോക്കൂ. അതാണ് നിങ്ങൾ ഈ മാസത്തെ ബോണസ്. 90 രൂപയായി. 5%. നിങ്ങൾ 102 PV ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു രൂപ കൂടിയിട്ടുണ്ടാവും. 105 110 PV ചെയ്തിട്ടുണ്ടെങ്കിൽ 94 രൂപ ഇൻകം വന്നിട്ടുണ്ടാവും. ഒരു 125 130 PV ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം 100 രൂപ ഇൻകം കടന്നിട്ടുണ്ടാവും. അതാണ് ആദ്യത്തെ 5%കാരൻ്റെ വരുമാനം. അത് നേരെ 16%കാരാണെങ്കിൽ അൻസാർ ഭായി ഈ മാസം 100 PV ചെയ്തിട്ടുള്ളൂ. 16% വേറെ ആരും ടീമിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അൻസാർ ഭായിയുടെ വരുമാനം 288 രൂപയാണ്. ക്ലിയർ ആവുന്നുണ്ടോ? അൻസാർ ഭായി തുടക്കത്തിൽ സാധനം വാങ്ങിച്ചപ്പോൾ 100 PV ചെയ്തപ്പോൾ 90 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 16%-ത്തിലായിരിക്കുന്നത്. വേറെ ആരെയും ജോയിൻ ആക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് 258 രൂപ കിട്ടും. നമ്മൾ സാധാരണ കോൾഗേറ്റും ക്ലോസും വാങ്ങിച്ചാൽ കിട്ടുമോ? ഇല്ലല്ലോ. വെസ്റ്റേജിൽ കിട്ടും അല്ല. വെസ്റ്റേജിൽ സാധനം 100 PV വാങ്ങിക്കുമ്പോൾ ഫ്രീ പ്രൊഡക്റ്റും കിട്ടിയിട്ടുണ്ട്, കൺസിസ്റ്റൻസിൻ്റെ ഓഫർ എല്ലാം കിട്ടിയിട്ടുണ്ടാവും. ഇത് നമുക്ക് എവിടെയും കിട്ടാത്ത സാധനമല്ല. പക്ഷേ ഇതിനെ ബിസിനസ്സായിട്ട് ചെയ്യുമ്പോഴല്ലേ നമുക്ക് വലിയ ബിസിനസ്സായി മാറത്തുള്ളൂ, മറ്റൊരു വ്യക്തി പറയുന്ന സമയത്ത്. ഓക്കെ, ഇത് ഞാൻ ഈ പറഞ്ഞ സിമ്പിൾ സ്റ്റെപ്പ് ഓക്കെയാണ്. 300 PV സുധീറിനാക്കാൻ പറ്റുമെങ്കിൽ സിനീനെ ആക്കാൻ നമുക്ക് ശ്രമിക്കാം, അഷറഫ് ഭായിനാക്കാൻ ശ്രമിക്കാം, മറ്റവരെ ആക്കാം. അതിൽ ഏതെങ്കിലും ഒരാൾ, സുധീർ ചിലപ്പോൾ കുറച്ചുകൂടി സ്പീഡായിരിക്കും, 300 ഒരു 500 കൊണ്ടിട്ടുണ്ടാവും. അഷറഫ് ഭായി ചിലപ്പോൾ 300 ഒരു 500 കൊണ്ടിട്ടുണ്ടാവും. അപ്പം ഞാൻ ഈ പറഞ്ഞ സ്ട്രക്ചർ ആയോ? ഒരാൾ 300 PV, മറ്റാൾ 500 PV, മറ്റാൾ 300 PV, ഇതെല്ലാം കൂടെ ചേർത്ത് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ PV 2600 PV, ടീം ബിൽഡിംഗ് ബോണസ് കൂടി 8000 രൂപ വരുമാനമായി. അല്ലേ? കഴിഞ്ഞ മാസം നീതു വിജയ് ബ്രോൺസ് സെലക്ടർ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ചെറിയൊരു PV കൊണ്ടുവരണമെങ്കിൽ ടീം ബിൽഡിംഗ് ബോണസ് കിട്ടിയേനെ പറഞ്ഞു. ആ ചെറിയ PV വന്നെങ്കിൽ ടീം ബിൽഡിംഗ് ബോണസിൻ്റെ ഇൻകം 3000 രൂപ കൂടും. ആ 100 PV കൊണ്ടുവന്നില്ലെങ്കിൽ അത്രയും പൈസ കിട്ടിയാണ്. കഴിഞ്ഞ മാസം സൗദി അറേബ്യയിലെ റിയാസ് ഖാൻ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിലെ റിയാസ് ഖാൻ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വരുമാനം 24,000 രൂപ വരും, ഒരു 110 PV കൂടെ ചെയ്യാൻ പറ്റുമെങ്കിൽ 30,000 രൂപയാവും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മെസ്സേജ് കണ്ടത് ഇന്നലെ ഞാൻ വരുന്നത്. മനസ്സിലായില്ലേ? ഒരു 6000 7000 8000 രൂപ കൂടാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്ക് പോലും നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. മെസ്സേജ് കാണുന്നത് ബിസിനസ് കഴിഞ്ഞ് അടുത്ത മാസമായിരിക്കും, കല്യാണം കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും, പന്തൽ കഴിക്കാൻ മുമ്പായിരിക്കും ആൾക്കാർ വീട്ടിലേക്ക് വരുന്നത്. പായസം ഉണ്ടാവും, ഒന്നും ഉണ്ടാവില്ല. അതേ അവസ്ഥ ഇതിൽ വരുന്നത്. മെസ്സേജ് നിങ്ങൾ അപ്ലയൻസ് തരുന്ന മെസ്സേജ് ശ്രദ്ധിക്കൂ, റിപ്ലൈ പെട്ടെന്ന് കൊടുക്കൂ. അപ്പോൾ ബിസിനസ്സിൽ എവിടെയും എത്താൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ സിമ്പിൾ സ്റ്റെപ്പിൽ ആർക്കും ബുദ്ധിമുട്ടുണ്ടോ? എല്ലാവരും അങ്ങോട്ട് ആക്കിയിട്ടുണ്ട്. 16% എത്തണം കേട്ടോ. 16% എത്തുമ്പോൾ 8000 രൂപ വരുമാനം എത്തുള്ളൂ. ഇപ്പോൾ പ്രേമലത ചേച്ചി ഇതിനകത്തുണ്ട്, എല്ലാ മാസവും സാധനം വാങ്ങിക്കുന്നുണ്ട്. വലിയ ബിസിനസ് ഒന്നും ഇല്ലെങ്കിൽ കുറച്ച് അവിടെ എല്ലാം ജോയിനിങ് ആവുന്നുണ്ട്, പർച്ചേസ് ചെയ്യുന്നുണ്ട്. 12% ആവാറായിട്ടെന്ന് തോന്നും. എനിക്ക് തോന്നുന്നു 12% ആവാറായിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ ചെയ്ത് പോകുമ്പോൾ പ്രേമലത ചേച്ചി 16% ആവും കുറച്ച് കഴിയുമ്പോൾ. ഈ 16% ആവുമ്പോഴായിരിക്കും താഴെ നല്ല രീതിയിൽ സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന, കൺസിസ്റ്റൻസി ചെയ്യുന്ന കുറച്ച് ടീം നമ്മളെ താഴെ വരുന്നുണ്ടാവും. അപ്പോൾ 300 PV ചെയ്യുന്ന ഒരു ടീം ഉണ്ടാവും, 500 PV ചെയ്യുന്ന ഒരു ടീം ഉണ്ടാവും, മറ്റേ ടീമിൽ ഒരു 200 300 ഒക്കെ ഉണ്ടാവും. ഇതെല്ലാം ചേർന്നിട്ട് നമ്മുടെ PV 2600 ആവും. ആ സമയത്ത് പ്രേമചേച്ചിൻ്റെ വരുമാനം 2000 രൂപ ഉണ്ടാവും കേട്ടോ. അതിന് ഈ 8000 രൂപ നമ്മളെങ്ങനെ വാങ്ങിച്ച് അത് താഴോട്ട് അവർക്ക് ഒരു 8000 രൂപ വാങ്ങിച്ചു കൊടുത്താൽ അൻസാർ ഭായിക്ക് ഈ മാസം 8000 രൂപ കിട്ടിയെങ്കിൽ 5000 കിട്ടിയെങ്കിൽ സുധീറിന് എത്രയും പെട്ടെന്ന് 5000 രൂപ വാങ്ങിച്ചു കൊടുത്താൽ മതി. നിങ്ങൾ സിൽവർ ഡയറക്ടറായി ട്രാവൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? പഴയ ആൾക്കാർക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട. നിങ്ങളിത് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ചെയ്യൂ കേട്ടോ. നിങ്ങൾക്ക് കുറേ പ്രാവശ്യം കേട്ടതുകൊണ്ടും സ്ഥിരമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതുകൊണ്ടും ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിച്ചെങ്കിൽ നിങ്ങൾ പഠിക്കും. എല്ലാ കാൽക്കുലേഷനും മന്ത്ലിയാണ്. PV കാൽക്കുലേഷൻ അല്ല, നിങ്ങൾ ചെയ്യുന്ന വരുമാനവും എല്ലാം നിങ്ങൾക്ക് അതാത് മാസം ഒന്നും പേടിക്കേണ്ട. കമ്പനി പൂട്ടി പോകുന്നു പഠിക്കേണ്ട. നിങ്ങൾ ഈ മാസം ചെയ്തതിൻ്റെ വരുമാനം 10-ാം തീയതി കിട്ടും കേട്ടോ. നഷ്ടപ്പെടാനൊന്നുമില്ല. ഈ മാസം ജനുവരി മാസം നിങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഫെബ്രുവരി മാസം 10-ാം തീയതി കിട്ടും. പേടിക്കുകയേ വേണ്ട. അധികം കുറേ വർഷങ്ങളൊന്നും LICക്ക് പൈസ ഇടുന്ന കുറേ ചാവുന്നവരെ കാത്തുക്കൊന്നും വേണ്ട കേട്ടോ. അടുത്ത മാസം കിട്ടും അല്ലേ? നമ്മൾ LICക്ക് പൈസ എടുക്കുന്ന എന്തിനാണ്? നമ്മൾ മരിച്ചതിന് ശേഷം നമ്മുടെ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് ചെയ്യുന്നത്? മണ്ടത്തരല്ലേ? ശരിക്കും പറഞ്ഞ മണ്ടത്തരല്ലേ? ഞാൻ ഫുള്ള് വിഡ്രോ ചെയ്തു. എനിക്കിപ്പോൾ LIC ഇല്ല, ഒരു ICICയിൽ ഒന്നുമില്ല. ഇപ്പം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വെസ്റ്റേജിലുള്ള ഇഷ്ടംമാതിരി പൈസ വീട്ടിലേക്ക് വരും. LICക്ക് നമ്മൾ കൊടുത്ത പൈസ വരും. മനസ്സിലായോ? LICക്ക് കൊടുത്ത പൈസക്ക് വെസ്റ്റേജിൻ്റെ സപ്ലിമെൻറ്റ് ഉപയോഗിച്ച് നല്ല ആരോഗ്യം ഉണ്ടാക്കാൻ പറ്റും. ചാവത്തില്ല, പേടിക്കണ്ട. കുറേ കാലം ഓടിച്ചു പോകാൻ പറ്റും. വണ്ടി തട്ടാതെ നോക്കിയാൽ മതി. നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കും കേട്ടോ. നമ്മൾ എന്തെങ്കിലും സംഭവിച്ച ശേഷം നമ്മുടെ മക്കൾക്ക് വരുമാനം കിട്ടാൻ വേണ്ടി പണിയെടുത്ത പൈസ മുഴുവൻ LICക്കാർ കൊണ്ടു കൊടുക്കുക. ഇവിടെ LICക്കാർ ആരും കൂടി ശ്രമിക്കണം കേട്ടോ. പ്രത്യേകിച്ച് പേഴ്സണൽ മെസ്സേജ് ഇവിടെ കമൻറ്റ് ഇടുമ്പോൾ എനിക്ക് ഡയറക്റ്റ് അയച്ചാൽ കേട്ടോ.
നമ്മൾ അടക്കുന്ന പൈസ, നമ്മൾ അധ്വാനിക്കുന്ന പൈസ ഇൻഷുറൻസ് കൊണ്ടുകൊടുത്തിട്ട് ചാവുമ്പോൾ കുടുംബക്കാരെ രക്ഷപ്പെടുത്താനല്ല നോക്കേണ്ടത്. നമ്മൾ അധ്വാനിക്കുന്ന പൈസ കുറച്ച് പൈസയെങ്കിലും സപ്ലിമെന്റ് ഉപയോഗിച്ച് നല്ല ആരോഗ്യത്തോടെ 80 വയസ്സ് വരെ 90 വയസ്സ് വരെ ജീവിക്കാൻ വേണ്ടി പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. അറ്റ്ലീസ്റ്റ് ഒരു 1000 രൂപയെങ്കിലും ആരോഗ്യത്തിനുവേണ്ടി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. ബ്രാൻഡഡ് മൊബൈൽ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പുറത്തെ വീട്ടിലെ ഫ്രിഡ്ജിൽ 2 ഡോറുള്ള നമ്മൾ 3 ഡോർ അന്വേഷിച്ച് നടക്കേണ്ട, ഉള്ള ഫ്രിഡ്ജ് മതി, തണുത്താൽ മതി. ടി വി അപ്പുറത്തെ വീട്ടിൽ നല്ല പരന്ന വലിയ ടി വി ആണെങ്കിൽ വാങ്ങിക്കാൻ പറ്റുന്ന ടി വി വെച്ചാൽ മതി, ടി വി കാണാൻ പറ്റുന്ന ടി വി വെക്കും. വെറുതെ അതിന് പൈസ ചിലവാക്കാതെ നമ്മൾ സപ്ലിമെന്റ് ഉപയോഗിക്കും, ആമില ഉപയോഗിക്കും, അലോവേര ഉപയോഗിക്കും, തുളസി ഡ്രോപ്സ് ഉപയോഗിക്കും, കൊളസ്ട്രോൾ ഉപയോഗിക്കും. കുഞ്ഞുങ്ങൾക്ക് ആന്റിബയോട്ടിക് കൊടുക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കും, വരുമാനം വരും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നേരത്തെ എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ചു, 1 മാസമായി ഐഡിയ എടുത്തിട്ട്. ഞാൻ വെറുതെ എന്ന് ചോദിച്ചു, ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടോ, വരുമാനം വരാൻ അത്ര രൂപക്ക് സാധനം വാങ്ങിക്കണം എന്ന് ചോദിച്ചു. ഞാൻ അവർക്ക് എന്താ റിപ്ലൈ കൊടുക്കേണ്ടത് നിങ്ങൾ പറയാം. നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റുമോ വരുമാനം വരാൻ എത്ര രൂപക്ക് സാധനം വാങ്ങിക്കണം എന്ന് വെച്ചു. ഞാൻ നിങ്ങൾക്ക് എത്ര രൂപ വരുമാനം വേണ്ടേ, എന്താ നിങ്ങൾക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റും? വരുമാനം വരാൻ ഇതിനകത്ത് ഉണ്ടാവും, ഞാൻ കയറാൻ പറഞ്ഞിട്ടുണ്ടേ. വരുമാനം കിട്ടാൻ എത്ര രൂപക്ക് സാധനം വാങ്ങിക്കണം എന്ന് വെച്ചു. ഞാൻ 1 രൂപ മതിയോ, ഒരു സോപ്പ് വാങ്ങിച്ചാൽ മതി. 3 രൂപ അധികം വരുമാനമാണ്, ഒരു പേസ്റ്റും കൂടെ വാങ്ങിക്കാൻ പറഞ്ഞു. എത്രയാണ് നിങ്ങൾ വരുമാനം ഉദ്ദേശിക്കുന്നത്? നിങ്ങളോട് അങ്ങനെ ആരെങ്കിലും ചോദിക്കാറുണ്ടോ വരുമാനം കിട്ടാൻ എത്ര രൂപക്ക് സാധനം വാങ്ങിക്കണം? അങ്ങനെ ചോദിക്കുക, എത്ര രൂപ വരുമാനമാണ് വേണ്ടതെന്ന് വെക്കുക. 1 രൂപ മതിയെങ്കിൽ ഒരു സോപ്പ് വാങ്ങിച്ചാൽ 1 രൂപ വരുമാനം കിട്ടും. അപ്പോൾ അവർക്ക് പിന്നെയും വാങ്ങിക്കണം വയ്ക്കും, പിന്നെ വരുമാനം വേണമെങ്കിൽ പിന്നെയും വാങ്ങിക്കാൻ പറയും. ക്ലിയർ ആവുന്നുണ്ടോ? ഇങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയും മറുപടി കൊടുക്കേണ്ട ആവശ്യം. ഞാൻ ഇപ്പോഴും ജോയിൻ ചെയ്ത് അന്നും ഇന്നും എല്ലാ വർഷവും എല്ലാ മാസങ്ങളായിട്ടും ഈ പറഞ്ഞ നിങ്ങൾ വാങ്ങിക്കുന്ന പോലെ 100 PV 110 PV ഒരു 120 PV അതേ വാങ്ങിക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ 100 PV ആക്കാൻ വേണ്ടി ചില ഞാൻ പർച്ചേസ് ചെയ്യുക, ആവശ്യമുള്ള സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ 110, 120, 130 ഒക്കെ ആവുന്നുണ്ട്, ചിലപ്പോൾ 200 ആവുന്നു. 100% പ്രൊഡക്റ്റ് യൂസറായി മാറുക. അല്ലാതെ 100 PVക്ക് വേണ്ടി പർച്ചേസ് ചെയ്യാതിരിക്കുക. ചില സമയത്ത് ഇന്നലെയൊക്കെ ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ട് പല ആൾക്കാർ, നമ്മൾ 100 PV ബിസിനസ് എല്ലാം ചെയ്യുന്ന ആരും കണ്ടിട്ടുണ്ടോ? ഗ്രൂപ്പിലൊക്കെ കണ്ടു. എനിക്കത് പ്രൊമോഷൻ ചെയ്യാൻ ഇടാതിരുന്ന. നമ്മൾ 100 PV ബിസിനസ്സുകാരല്ല, 300 PV ബിസിനസ്സിലേക്ക് വരും എന്ന് പറഞ്ഞിട്ടില്ല, ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ പറഞ്ഞ സ്ലൈഡിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? സമയം ആവാറായി. ഞാൻ അധികം സ്ലൈഡിൽ പോയിട്ട് ഒറ്റ സ്ലൈഡിൽ തീർത്ത് കണ്ടോ. നമ്മളെ അമ്പലത്തിൽ പടക്കം പൊട്ടുമ്പോൾ അവസാനത്തിൽ ഗുണ്ട് പൊട്ടുന്നുണ്ടല്ലോ, വലിയ പടക്കം, അത് ഞാൻ ലാസ്റ്റ് പൊട്ടിക്കുന്നുണ്ട്. 15 മിനിറ്റ് സമയമുണ്ട്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ല, അമ്പലത്തിൽ ലാസ്റ്റ് ഒരു പടക്കം കംപ്ലീറ്റ് പൊട്ടില്ല, നമ്മൾ ചെവി പൊത്തി ബാക്കോട്ട് ഓടുന്ന സ്ഥലം, ആ സീൻ വരുന്നുണ്ട് ലാസ്റ്റ്. ഓക്കെ, അതിന് മുന്നേ ഈ ഒരു കാര്യം ഓക്കെ ആണോ? ആർക്കെങ്കിലും ഒന്ന് ഡൗട്ട് ചോദിക്കാം. ഓക്കെ, എന്റെ കീഴിൽ ആരും വരുന്നത്, ഷീന മേഡം മെസ്സേജ് ഉണ്ട്, എന്റെ കീഴിൽ ആരും വരുന്നത്, നിങ്ങൾ കോൺക്രീറ്റ് ചട്ടി പാസ് ചെയ്യുന്നുണ്ടോ കീഴിൽ വാങ്ങിക്കാൻ വേണ്ടിട്ട്? എന്റെ കീഴിൽ ആരും വരുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ഷീന മേഡത്തിന്. വന്നോളൂ കേട്ടോ, വെയിറ്റ് ചെയ്യും. എല്ലാവരും താഴെ ആൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, എന്തിനാണെന്ന് എനിക്കറിയില്ല. താഴെ വേണമെങ്കിൽ വന്നോട്ടെ ഷീന മേഡം, കുഴപ്പമില്ല കേട്ടോ. ആൾക്കാർ വേണമെങ്കിൽ വരും, കുഴപ്പമില്ല, അത് വന്നോളൂ. എന്നാലല്ലേ എനിക്ക് വരുമാനം വരുന്നവരെ ചോദിക്കുന്നത്, എനിക്ക് മനസ്സിലായി, ആ ചോദ്യം മനസ്സിലുണ്ട്. എന്നാലല്ലേ എനിക്കൊന്നും കിട്ടൂല സാറേ എന്നാ ചിന്തിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല, അതെനിക്ക് മനസ്സിലായി. ഞാനതിന് ഉത്തരം പറയുന്നില്ല. ഓക്കെ, താഴെ ആൾക്കാർ വരും, നിങ്ങൾക്ക് ആ സമയമാകുമ്പേ വരുള്ളൂ. എന്നാലല്ലേ എൻ്റെ കൂടെ എനിക്കും വരുമാനം കിട്ടത്തുള്ളൂ എന്ന് ചിന്തിക്കുന്ന, ഇതാണ് ഞാൻ പറഞ്ഞ ചില കമ്പനിക്കാരുണ്ടാവും ആൾക്കാരെ കൊണ്ട് സാധനം വാങ്ങിപ്പിച്ചിട്ട് സെയിൽ ചെയ്യിപ്പിക്കുന്നതും. എന്ന് വെച്ചാൽ ലീഡർമാർ വിദേശത്ത് കറങ്ങുന്ന ഫോട്ടോ അവർ കാണിക്കും പ്രൊമോഷനായിട്ട്. നമ്മുടെ വരുമാനം കണ്ടോ, നമ്മൾ വിദേശത്ത് പോയത് കണ്ടോ, നമ്മൾ വീട്ടിന് തറയിട്ടത് കണ്ടോ, എൻ്റെ വീട് വെച്ചത് കണ്ടോ, എന്നിട്ടാകുമ്പോൾ ഇത് എവിടെ നിന്ന് നിങ്ങൾ സാധനം വിറ്റപ്പോൾ കിട്ടിയതാണെന്ന് പറയുന്നില്ല അവർ. നിങ്ങൾ സാധനം വാങ്ങി വിറ്റ് നടക്കുമ്പോൾ കിട്ടുന്നതെന്ന് അവർ പറയത്തില്ല. ഓക്കെ, നിങ്ങൾ താഴെ ആൾക്കാർ വരും കുറച്ച് സമയം. നിങ്ങൾ എപ്പോഴാണോ ഈ ബിസിനസ്സിൽ 100% വിശ്വസിക്കുന്നത്, ആ വിശ്വാസം ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആൾക്കാർ വരുത്തും. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ ആരും PV കൂട്ടുന്നുണ്ട്, അവരുടെ വീട്ടിലേക്കുള്ള സാധനം വാങ്ങിക്കാൻ മാത്രം പറയൂ കേട്ടോ. നിങ്ങളോട് ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾ ആരോടും നിങ്ങളുടെ വരുമാനം കൂടാൻ വേണ്ടി സാധനം വാങ്ങിക്കാൻ പറയരുത്. അവരെ വീട്ടിലേക്കുള്ള സാധനം മുഴുവനായിട്ടും ഇതിലേക്ക് മാറ്റാനേ പറയാൻ പാടുള്ളൂ. അവർ വീട്ടിൽ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനം മുഴുവനായിട്ട് ഇതിലേക്ക് മാറ്റൂ എന്ന് വെച്ചാൽ, നമ്മൾ കാണുന്ന ആ സോപ്പും വേസ്റ്റും ചായപ്പൊടിയും പാത്രം ഈ 5-8 സാധനം മാത്രമേ നിങ്ങൾ കാണത്തുള്ളൂ. അതൊരു 1500-2000 രൂപയ്ക്ക് നിങ്ങൾ കാണുള്ളൂ, എനിക്കറിയാം. അല്ല, നിങ്ങൾ എത്ര കാൽക്കുലേഷൻ ചെയ്താലും 2000 രൂപയെ കിട്ടത്തുള്ളൂ വീട്ടിലേക്കുള്ള സാധനം വാങ്ങിക്കും. വേറെ സാധനം നമുക്ക് ആവശ്യമില്ലാത്ത സാധനം നിങ്ങൾ കാണുന്നുണ്ടാവാം. അവിടെയാണ് നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി 1000 രൂപ ചിലവാക്കാൻ ഞാൻ പറഞ്ഞത്. ഹെൽത്തിന് വേണ്ടി 1000 രൂപ ചിലവാക്കൂ. സ്പിരുലിന വാങ്ങിക്കൂ, പ്രോട്ടീൻ പൗഡർ വാങ്ങിക്കൂ, കൊളസ്ട്രോൾ വാങ്ങിക്കൂ, തുളസി ഡ്രോപ്സ് വാങ്ങിക്കൂ, ഫ്ലാക്സോൾ, ഗാനഡോർമ എല്ലാം വാങ്ങിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്, നിങ്ങൾ കഴിക്കേണ്ട സാധനം. അപ്പം ആരോഗ്യമായി വീട്ടിലെ
ഹോം കെയർ ഐറ്റംസ് വാങ്ങിച്ച് അവിടെയും ആരോഗ്യമായി മാറിയിട്ടുണ്ടാവും. അഗ്രി പ്രൊഡക്റ്റ് വാങ്ങിക്കും, ഒരു പച്ചക്കറി നടൂ, ഒരു ഡ്രോ ബാഗിൽ കുറച്ച് ചെടി പച്ചക്കറിക്ക് നടൂ, അത് നിങ്ങൾക്ക് നല്ല വിഷമടങ്ങാതെ പച്ചക്കറി കഴിക്കാൻ സാധിക്കണം. പയറിൻ്റെ വിത്തും വെള്ളരിക്കും തക്കാളിയും വെണ്ടയ്ക്കും ചീരയൊക്കെ നടൂ, അതിൽ മതിലിൻ്റെ മുകളിലോ ടെറസിൻ്റെ മുകളിലോ എവിടെയെങ്കിലും വെക്കും, നല്ല പച്ചക്കറി കഴിക്കും. അഗ്രി പ്രൊഡക്റ്റ് ഒരു പ്രാവശ്യം വാങ്ങിക്കും. ക്ലിയറാകുന്നുണ്ടോ? എല്ലാ സാധനവും വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം അഗ്രി പ്രൊഡക്റ്റ് വാങ്ങിക്കൂ. അഗ്രി 82 ഇതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ കുറച്ച് കൃഷിയും കൂടെ സെറ്റാക്കും. ഇതെല്ലാം നമുക്ക് ഒരു മാസം അല്ലാതെ മാസം വാങ്ങിക്കേണ്ടി വരും. നിങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കാതെ ഇരുന്ന് താഴെ ആൾക്കാർ വന്നിട്ട് അവർ സാധനം വാങ്ങിച്ചിട്ട് PV വന്നതിന് ശേഷം ഞാൻ വാങ്ങിച്ചാൽ പോരെന്ന് കാത്തിരിക്കുന്ന ആൾക്കാർ 2075 ഇതേ നോക്കിയിരിക്കുന്നുണ്ടാവും. വേറൊരു മാറ്റം വരാൻ പോകുന്നില്ല കേട്ടോ, ഒരു മാറ്റം വരാൻ പോകുന്നില്ല. നിങ്ങൾ സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കൂ, ആവശ്യമുള്ളത് വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. വരുമാനം വരാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നുണ്ടാവുക എങ്കിൽ പോലും ചില ആൾക്കാർക്ക് വരുമാനം ഇല്ലാത്തത് കൊണ്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റാത്ത ആൾക്കാർ ഇതിനകത്തുണ്ട്, എനിക്കറിയാം. അതാണ് ചില ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവുക. ഒരു 3000 രൂപ എല്ലാ മാസം ചിലവാക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ സാറേ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നെന്ന് ആണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലേ? അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് കുറേ ആൾക്കാർ. ഒരു 50% ആൾക്കാർ ചിന്തിക്കുന്നത് 3000 രൂപ പോലും എടുക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിച്ച് ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേൾക്കാൻ വന്നതെന്നാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. ആണോ? അല്ലേ? പകുതി ആൾക്കാർ അതെ. എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും പല്ല് തേക്കാതിരിക്കുന്നുണ്ടോ, കുളിക്കാതിരിക്കുന്നുണ്ടോ, പാത്രം കഴുകാതിരിക്കുന്നുണ്ടോ, തുണി കഴുകാതിരിക്കുന്നുണ്ടോ, ചായ കുടിക്കാതെ വെളിച്ചെണ്ണ വാങ്ങിക്കാതെ ആരെങ്കിലും ഉണ്ടോ? ഈ പറഞ്ഞ് ഈ 3000 രൂപ ഇല്ലാത്ത അതെടുക്കാൻ സാധനം വാങ്ങിക്കാൻ 1500 രൂപക്ക് വെസ്റ്റിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പറ്റാത്ത ആൾ ഇതിനകത്ത് ഉണ്ടോ? ആരെങ്കിലും ഇത് പല്ല് തേക്കാതെ ആൾക്കുണ്ടോ, കുളിക്കാതെ ആൾക്കുണ്ടോ, പാത്രം കഴുകാതെ? പാത്രം ഇന്നലെ കഴുകി അതേ പാത്രത്തിലാണ് ഇന്നും ചോറ് കഴിക്കുന്നത്. കഴുകത്തില്ലേ? ചിലപ്പോൾ ചാരം എടുത്തിട്ട് ചകിരിയൊക്കെ എടുത്ത് പാത്രം കഴുകുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അത് ഒഴിവാക്കാം. തുണി കഴുകാൻ സംവിധാനം ഉണ്ടോ? പുതിയ നിങ്ങൾ തന്നെ കൂട്ടി കണ്ടുപിടിക്കുന്ന സാധനം ചിലപ്പോൾ ഉണ്ടായേക്കാം. സോപ്പും വീട്ടിലുണ്ടാക്കുന്ന ആൾക്കാരുണ്ടോ? അതുകൊണ്ട് എനിക്ക് സോപ്പ് വേണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ടോ? ചായപ്പൊടിയും ചിലപ്പോൾ തേയിലത്തോട്ടുള്ള ആൾക്കാരുണ്ടോ? അത് എനിക്കറിയത്തില്ല. എന്തെങ്കിലും കാരണം കണ്ടുപിടിക്കുന്നുണ്ട് ഇത് വാങ്ങിക്കാതിരിക്കാൻ വേണ്ടി. അതാണ് പല ആൾക്കാരുണ്ടോ, എന്തെങ്കിലും കാരണം കണ്ടുപിടിക്കുന്നുണ്ടോ ഇത് വാങ്ങിക്കാതെ. എൻ്റെ വീട്ടിൽ തേയിലയുണ്ട്, തേങ്ങയുണ്ട്, തെങ്ങുണ്ട്, വെളിച്ചെണ്ണയുണ്ട്, അതുകൊണ്ട് അത് വേണ്ട. സോപ്പ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്, അത് പ്രശ്നമില്ല. സോപ്പ് കൂടി അപ്പുറത്തുള്ള ചേച്ചി ഉണ്ടാക്കുന്നുണ്ട്, അതും വാങ്ങിക്കേണ്ട ആവശ്യമില്ല എന്ന് വെച്ചാൽ ഒന്നും വാങ്ങിക്കേണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. അവർക്കും ബിസിനസ് വിജയിക്കാൻ പറ്റും. ക്ലിയർ ആവുന്നുണ്ട്? അവർക്കും വിജയിക്കാൻ പറ്റും. ഈ തേയില ഇല്ലാതെ വീട് എവിടെയെങ്കിലും അപ്പുറത്ത് ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ ചായപ്പൊടി വേറെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആരെങ്കിലും ഒരാളെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാൻ പറ്റും കേട്ടോ. എക്സ്ക്യൂസസിൽ മാത്രം പോവാതിരിക്കുക. എക്സ്ക്യൂസസ് ഇതിൽ വിജയിക്കത്തില്ല. ഓക്കെ, ഇതിൽ ആർക്കും സംശയമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോകാം കേട്ടോ. ബാക്കോട്ടൊന്നും പോകണ്ട കേട്ടോ, വലിയതല്ല, ചെറുതന്നെയാണ്. ഓക്കെ, ഇതല്ല കുറച്ചും കൂടെ ഒരു ആശ്വാസമുണ്ട്. 27,000 രൂപ, ഒരു 30,000, 27,000, 29,000 രൂപ വരുമാനം വാങ്ങിക്കാൻ ഇതാണ് പൊസിഷൻ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ അതേ ABCD തന്നെ ഇവിടെ കേട്ടോ. ഒന്ന് സുധീർ സുലൈമാൻ, ഒന്ന് സിനി ആണെങ്കിൽ ഒന്ന് ഇത്. ഞാൻ ഈ പേര് പറയുമ്പോൾ മറ്റൊരു ദേഷ്യം വേണം കേട്ടോ. വേറെ നിങ്ങളുടെ ടീമിന് ചിന്തിച്ചാൽ മതി. ശ്രീജ ചിന്തിക്കേണ്ടത് ഇത് ഏത് ഒരാളാണോ, മറ്റൊരു B ആരാണോ C ആരാണോ ചിന്തിക്കുക. ഓക്കെ, അതുപോലെ ഒരാളും ഒരു ലീഡേഴ്സും നിങ്ങൾ ABCD ആരാണ് ചിന്തിച്ചാൽ മതി. നിങ്ങൾ ആദ്യത്തെ ടീം A ആണ്, രണ്ടാമത്തെ ടീം B C അത് ചിന്തിച്ചാൽ മതി. ആ PV ഒന്ന് നോക്കാവോ, താഴത്തെ PV ഒന്ന് ചെക്ക് ചെയ്യാവോ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ, കാണുന്നുണ്ടോ? ആദ്യത്തെ മെയിൻ സ്ട്രോങ് ടീമിൽ 6000 PV ആയി. ഇത് അതാത് മാസത്തെ കേട്ടോ. അതായത് ശ്രീജ ചിന്തിക്കുന്നതാണെങ്കിൽ ശ്രീജയുടെ A ടീം ആരാണോ ആ ടീമിൽ ആ മാസത്തെ PV 6000, ബാക്കി എല്ലാ ലെഗിലും 300, 500 മതി. ക്ലിയർ ആവുന്നുണ്ടോ? അൻസാർ ഭായി എല്ലാവരും ശ്രദ്ധിക്കുക, ഷംന ടീച്ചറും സുഷിത മേഡും എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ മെയിൻ ടീമിൽ 6000 PV ഈ മാസം ഉണ്ട്. ബാക്കി എല്ലാ ടീമിലും കൂടെ 300, 500 ഉണ്ട്. നിങ്ങളുടെ സെൽഫി 100 PV ഉണ്ടെങ്കിൽ ശ്രീജയുടെ വരുമാനം 27,000 രൂപ ഈ മാസം വാങ്ങിക്കാൻ പറ്റും. അതുപോലെ ഇതന്നെ അൻസാർ ഭായിക്കും വാങ്ങിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഷംന ടീച്ചർക്കും സുഷിതക്കും വിനോദ് ഭായിക്കും ഏതൊരാൾക്കും. ഞാൻ പേര് വിളിക്കുന്നേ ഉള്ളൂ കേട്ടോ. അവർക്ക് എത്ര വാങ്ങിക്കുന്നത് ഞാൻ നോക്കിയിട്ടില്ല പറഞ്ഞത്. ഇത് 6000 PV, ഈ 300 PV ഇപ്പം ഉണ്ടെങ്കിൽ ഈ 27,000 രൂപ വരുമാനം. ഞാൻ സ്ലൈഡ് ഒന്നുകൂടെ ക്ലോസ് ചെയ്യാം. ഇപ്പം നിങ്ങളുടെ ടെൻഷൻ എന്താണ്? ഈ 300 PV കൊണ്ടുവരാൻ ബുദ്ധിമുട്ടിക്കുന്ന സമയത്താണ് ഇയാൾ 6000 ആയിട്ട് വന്നിരിക്കുന്നതാണ്. അൻസാർ ഭായി പോയോ? ഇല്ല, ആടി ഉണ്ടല്ലേ? ഇല്ല, ഉണ്ട് സാറേ. ഓക്കെ, 300 PV കൊണ്ടുവരാൻ പറ്റാതിരിക്കുന്ന സമയത്ത് ഇയാൾ 6000 ആയിട്ട് വന്നിരിക്കുന്നത്. ഷാഹുൽ സാറിന് ഈ ബുദ്ധിമുട്ട് ഇപ്പോൾ ഉണ്ടോ? ആദ്യത്തെ സമയത്ത് ഫസ്റ്റ് സമയത്ത് ഷാഹുൽ സാറിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം ബുദ്ധിമുട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഭീമ മേഡത്തിന് ആ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഭീമ മേഡത്തിന്റെ ടീമിൽ ഒരു ടീമാണ് ഷംന ടീച്ചർ. ആ ബുദ്ധിമുട്ടുണ്ടോ? സുഷിത മേഡത്തിനുണ്ടോ? സുരേഷ് സാറ് അവർക്ക് അപ്ലൈനാണ്, അദ്ദേഹത്തിനുണ്ടോ? ഇതെങ്ങനെ വരുന്നു ഞാൻ പറഞ്ഞുതരാം കേട്ടോ.
ഇനി സിമ്പിളായ ടെക്നോളജിയാണ്, കേട്ടു നോക്കുക. 300 PV ഈ സാധനം അൻസാർ ഭായിക്ക് 8,000 രൂപ വരുമാനം കിട്ടിയല്ലോ. ഈ സംഭവം ഞാൻ പറഞ്ഞ് ചെയ്തപ്പോൾ ഒരു 8,000 രൂപ കിട്ടിയല്ലോ. മറ്റേ ആ സിനിമയിൽ പറഞ്ഞ താക്കോൽ കുപ്പിയിലുണ്ട് അല്ലേ, താക്കോൽ എടുക്കേണ്ടത് ചോദിച്ചാൽ 8,000 രൂപ കിട്ടിയില്ലല്ലോ. കിട്ടും കേട്ടോ, കിട്ടിയതിന് ശേഷമുള്ള കാര്യം പറഞ്ഞത്. ഇപ്പം നിങ്ങൾ ആ ഡയലോഗ് എടുക്കരുത്, കിട്ടിയില്ലല്ലോ എന്നല്ല, കിട്ടും. ഓക്കെ, 8,000 രൂപ അൻസാർ ഭായിക്ക് കിട്ടിയെങ്കിൽ ഈ 8,000 രൂപ എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ? കിട്ടിയല്ലോ, ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കിയപ്പോൾ. ഈ സെയിം സാധനം സുധീർ ഭായിക്ക് വാങ്ങിച്ചു കൊടുത്തൂടെ? അല്ലേ, സുധീർ ഭായിക്ക് ഈ സാധനം വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ സുധീർ ഭായിയുടെ PV ഏകദേശം ഒരു 2,600 PV ഒക്കെ ആയിട്ടുണ്ടോ അല്ലേ? ഇത് ചെറിയൊരു ടഫ് ഉണ്ട് അവിടെ. ആ ടഫ് നോക്കണ്ട. സുധീർ ഭായിയുടെ കൂടെ ഒരു വ്യക്തി ഉണ്ടാവും. ഞാനാണ് സുധീർ ഭായിയുടെ താഴെ ജോയിൻ ചെയ്യിക്കുന്നത്. എൻ്റെ സുധീർ ഭായിയുടെ ഒരു ടീം ഞാനാണ്, രണ്ടാമത്തെ ടീം വേറെ ആളാണ്. ഓക്കെ, സുധീർ ഭായി ഇതന്നെ എന്നോടും പറയും. എനിക്കൊരു 8,000 രൂപ വാങ്ങിച്ചുകൊണ്ട് സുധീർ ഭായി വർക്ക് ചെയ്യുന്നു. സുധീർ ഭായി ബ്രോൺസ് ഡയറക്ടർ ആവുന്നു, എന്നെയും ബ്രോൺസ് ഡയറക്ടർ ആക്കുന്നു. അപ്പോൾ എന്നെ ബ്രോൺസ് ഡയറക്ടർ ആക്കുമ്പോൾ സുധീർ ഭായി ആരാവുന്നു? സിൽവർ ഡയറക്ടർ ആവണം അല്ലേ? സുധീർ ഭായി സിൽവർ ആകുമ്പോൾ സുധീർ ഭായിയുടെ സൈഡിൽ ബോളി ഉണ്ടോ? ഓക്കെ, ഇതെല്ലാം കൂടെ ചേർന്നാൽ 6,000 PV ആവും ഏകദേശം. എന്തുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പല ആൾക്കാരും അൻസാർ ഭായി ബ്രോൺസ് ആവണമെന്ന് പറയുന്നത്? രാജീവ് ചേട്ടൻ ഈ മാസം ബ്രോൺസ് പിടിക്കണമെന്ന് പറയാറുണ്ടല്ലോ, ഇല്ലേ? ഷംന ടീച്ചർ പറയും ഗോൾഡ് പിടിക്കണമെന്ന് പറയാറുണ്ടല്ലോ. സുഷിതോട് പറയും ഈ മാസം ഗോൾഡ് പിടിക്കണം. ശ്രീജ ഈ മാസം ഗോൾഡ് പിടിക്കണം. ഈ മാസം ഓരോ ആളും സിൽവർ പിടിക്കണം. ഈ മാസം ക്രൗൺ പിടിക്കണം. ഈ മാസം ഡയമണ്ട് പിടിക്കണം. എന്തിനാണ്? എനിക്ക് നിങ്ങളുടെ സ്നേഹമുള്ളതുകൊണ്ടൊന്നുമല്ല, എൻ്റെ ആരുമല്ല നിങ്ങൾ, അല്ലേ? ഇത് ബിസിനസ്സാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ അൻസാർ ഭായിയോട് എപ്പോഴും പറയും, കുറച്ച് കഴിഞ്ഞ്, ഇപ്പോഴല്ല കുറച്ച് കഴിഞ്ഞ് പറയും, സുധീർ സുലൈമാനെ ഗോൾഡ് ഡയറക്ടർ ആക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സിൽവർ ആക്കണം എന്ന് ഞാൻ പറയും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ അൻസാർ ഭായി ഇയാൾക്ക് എന്നോട് തീരെ സ്നേഹമില്ല. പണ്ടൊക്കെ ഭയങ്കര സന്തോഷം, ഇപ്പം സുധീറിനെ ഗോൾഡ് ആക്കാൻ വേണ്ടിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് പല ആൾക്കാർക്ക് ചെയ്യാറ്. എന്ന് വെച്ചാൽ അപ്പുറം മറ്റേ ആൾ പറയും, മുംതാസിനോട് അയാൾ പണ്ടത്തെ പോലെ കേട്ടോ, പണ്ട് ഭയങ്കര സ്നേഹമായിരുന്നു, ഇപ്പം പണ്ട് എന്നോട് ബ്രോൺസ് പിടിക്കാനെങ്കിൽ ഇഷ്ടംമാതിരി പറഞ്ഞിരുന്നു, ഇപ്പം സുധീറിനെ ഗോൾഡ് ആക്കാൻ വേണ്ടി ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെ ചിന്തിച്ച എത്ര ആൾക്കാർ എന്നെ കുറ്റം ഇതുവരെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തിനാ സുധീറിനെ ഗോൾഡ് ആക്കാൻ പറഞ്ഞു തരുമോ? നിങ്ങൾ ആ ലെഗിൽ 6,000 PV വരും. ഞാൻ ആദ്യം കാണിച്ച പിക്ചർ കണ്ടോ? ഈ പറഞ്ഞ പിക്ചർ ഒന്നുകൂടെ എടുക്കാട്ടോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇയാൾ പറഞ്ഞ വെറുതെ അല്ല എന്നുള്ളത്. ഈ ആദ്യം കാണുന്ന വ്യക്തിയാണ് സുധീറിന്റെ ലെഗ്. അൻസാർ ഭായി സുധീറിനെ ഗോൾഡ് ആക്കുന്ന സമയത്ത് 6,000 PV അവിടെ വന്നു. ക്ലിയർ ആവുന്നുണ്ട്? ഗോൾഡ് ആവുന്ന സമയത്ത് സുധീറിന്റെ PV 6,000 ആയി മാറി. ആ വരുമാനം വരുമ്പോൾ മാത്രമേ മനസ്സിലാവൂ ഇയാൾ പറഞ്ഞത് ഇതിനു വേണ്ടിയിട്ടാണെന്നല്ലേ. അപ്പോഴേ മനസ്സിലാവും നിങ്ങൾ നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന വ്യക്തിക്ക് വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ പറയുന്നത് വെറുതെ അല്ലെന്ന് മനസ്സിലായോ? അപ്പൊ ഈ 6,000 PV ആക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ 300 PV ആക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അദ്ദേഹത്തിന് ഫാസ്റ്റ് ആയിട്ട് 8% ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? 300 PV ഫാസ്റ്റ് ആയിട്ട് 8% ആക്കാൻ 432 രൂപ ഇൻകം, ഒരു 750 ഫ്രീ പ്രൊഡക്റ്റും അക്ഷയ മനോജ് കഴിഞ്ഞ പ്രാവശ്യമായി അല്ലെ? ഫാസ്റ്റ് ആയിട്ട് 8% ആയി, ഫോട്ടോ ഇട്ടു, ഭയങ്കര സന്തോഷമായി. ഈ മാസം 10-ാം തീയതി ആകുമ്പോൾ ചെറിയൊരു എമൗണ്ട് വരും, 750 ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. അക്ഷയക്ക് ഹാപ്പി. അക്ഷയോട് സുരേഷ് സാർ ഇപ്പോൾ അടുത്ത പ്രാവശ്യം പറയുന്ന കാര്യം എന്താ? അക്ഷയ താഴെ വന്നിരിക്കുന്ന ആ വ്യക്തിയിലെ അവരെ ഫാസ്റ്റ് ആയിട്ട് 8% ആക്കണം. മറ്റേ രണ്ടാമത്തെ വ്യക്തിയിലെ അവരെ ഫാസ്റ്റ് ആയിട്ട് 8% ആക്കണം. ഇത് ചെയ്യുന്ന സമയത്ത് അവരെ ഹാപ്പിയായി. അവരുടെ താഴെ വരുന്ന വ്യക്തിയോട് സുരേഷ് സാർ ഇതന്നെ പറയാം, അക്ഷയ ആ മറ്റേ വ്യക്തിയുടെ താഴെ വന്നില്ല, അവരെ ഫാസ്റ്റ് ആയിട്ട് 8% ആണ്. ഇതിങ്ങനെ ചെയ്ത് പോകുന്ന സമയത്ത് അക്ഷയയുടെ വരുമാനം 8,000 കഴിയും. 8,000 കഴിയുമ്പോൾ നേരെ താഴെ വന്ന വ്യക്തിക്ക് 8,000 ആയി മാറുന്നുണ്ടാവും. നിങ്ങൾ വരുമാനം 27ലേക്ക് പോകുന്നുണ്ടാവും. ഇതാണ് ഈ ബിസിനസ്. താഴെ വരുന്ന വ്യക്തിക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടിയോ അത് വാങ്ങിച്ചു കൊടുക്കും. 100 രൂപ കിട്ടിയിട്ടു ആ 100 രൂപ അവർക്ക് വാങ്ങിച്ചു കൊടുക്കും. കഴിഞ്ഞ ആഴ്ച ഞാൻ നമ്മുടെ ടീമിൽ ഒരാൾക്ക് നല്ലൊരാളെ ജോയിൻ ആക്കി കൊടുത്ത സമയത്ത് നിങ്ങൾ താഴെ നല്ലൊരാളെ ഞാൻ ജോയിൻ ആക്കി കൊടുത്തു, അടിപൊളി ഒരു നല്ലൊരു ലീഡർ വന്നിട്ട് നിങ്ങൾ താഴെ ജോയിൻ ആക്കിയിട്ട് നല്ലോണം വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തന്ന മെസ്സേജ് എന്താ അറിയോ? അപ്പോൾ അവർ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് നല്ല പൈസ കിട്ടില്ല, അപ്പോൾ എനിക്ക് കിട്ടും. അങ്ങനെ കിട്ടും. ഞാൻ ഒന്നുമില്ല, ഞാൻ പറഞ്ഞതെല്ലാം മായ്ച്ച് കളഞ്ഞേക്ക്, നിങ്ങൾ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ചെയ്തോന്ന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം മായ്ച്ച് കളയാൻ പറ്റും. നല്ലൊരാളെ കിട്ടിയപ്പോൾ ഇട്ടി കൊടുത്ത സമയത്ത് അവരെന്നോട് പറഞ്ഞ വാക്കാണ്. അപ്പോൾ അവർക്കല്ലേ വരുമാനം കൂടുതൽ കിട്ടുള്ളൂ, എനിക്കല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് മായ്ച്ച് കളി. നിങ്ങൾ എങ്ങനെയാണോ ക്ലാസ് അറ്റൻഡ് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ എപ്പോഴെങ്കിലും മനസ്സിലാക്കും. ഇതുപോലെ പല ആൾക്കാരുണ്ടോ. നിങ്ങളുടെ അപ്ലൈൻ ലീഡർ എന്തെങ്കിലും ചെയ്തു തരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും. നിങ്ങളിപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിൽക്കുകയാണ്, ഫസ്റ്റ് സെക്കൻഡ് ഫ്ലോറിൽ നിൽക്കുകയാണ്. സുരേഷ് ഭായി വന്നാൽ ചാടിക്കോ അക്ഷയ, ചാടിക്കോ, ഒന്നും രക്ഷയില്ല, ചാടിക്കോ പറഞ്ഞാൽ ചാടിക്കോ, ഒന്നും പഠിക്കണ്ട. താഴെ സേഫ് ആയിട്ട് 4 ജോയിനിങ് ഉണ്ടാവും. താഴെ കല്ലുണ്ടോ പാറയുണ്ടോ മുള്ളുണ്ടോ നോക്കണ്ട, ചാടിക്കോ. താഴെ നല്ല ജോയിനിങ് നാളെ താഴെ വന്നിട്ടുണ്ടോ. ചാടാൻ പറഞ്ഞത് വെറുതെ അല്ല, അതിൽ ഗുണമുള്ളത് കൊണ്ട് തന്നെയാണ്. അതാണ് അപ്ലൈനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞത്. അപ്ലൈനെ
മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞത്. അത് അടുത്ത CEP-യിലൊക്കെ അതിൻ്റെ സെഷൻ വരുന്നുണ്ടോ? ഓക്കെ, ക്ലിയർ ആണോ? ഈ കാര്യം ക്ലിയർ ആണോ? ഈ 6000 PV ആക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ബുദ്ധിമുട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. ഇപ്പൊ ശമനം ടീച്ചർ ഗോൾഡായി, അപ്പോൾ ആ ലെവൽ 6000 PV വരുന്നുണ്ടാവും. ഇനി ഞാനിപ്പം കുറേ ആൾക്കാരോട് ഗോൾഡ് ഈ മാസം ആവണമെന്ന് പറയാറുണ്ട്. അപ്പോൾ പറയും ഇത് ഇയാൾക്ക് ഗോൾഡ് ആ പൈസ വാങ്ങിക്കാൻ വേണ്ടിയാണ് എന്നെ ഗോൾഡ് ആക്കാൻ വന്നല്ല. ഇപ്പോൾ കുറേ ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും, എനിക്കറിയാം അല്ലേ. കുറേ ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? കുഴപ്പമില്ല, അതിന് ചിന്തിച്ചാലും കുഴപ്പമില്ല. ഓക്കെ, ഞാൻ അടുത്ത സമയം ആയതുകൊണ്ട് പെട്ടെന്ന് അടുത്ത കൊണ്ട് പൊക്കോണേ. ഇത് 27,000 ആണ്. അടുത്ത സ്ലൈഡ് ഞാൻ പറയത്തില്ല കേട്ടോ. ഇത് 46,000 രൂപയാണ്. ഇതെല്ലാം ഭീമ കഴിഞ്ഞതാണ്. ഭീമ ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ലെവലാക്കി കേട്ടോ. 46,000 50,000 ഭീമ വാങ്ങിക്കുന്നതാണ്. ഈ പൊസിഷൻ കഴിഞ്ഞിട്ടാണ്. ഇത് നോക്കിക്കോ, 1,30,30,000 രൂപ വരുമാനം വേണ്ടുന്ന ആൾക്കാർക്കുള്ള പൊസിഷനാണ് ഇത്. ഈ റൗണ്ട് കണ്ടോ, ഇതാണ് നമുക്ക് വാർക്കാൻ മുന്തിരിത്തോപ്പിൽ കണ്ടിട്ടില്ല, കുറേ മുന്തിരി ഇങ്ങനെ തൂക്കുന്ന മോഹൻലാലിന്റെ സിനിമയിൽ കൊല്ലൊക്കെ മുന്തിരി കണ്ടിട്ട്. ഇതാണ് ഈ മുന്തിരി. ഈ ഓരോ മുന്തിരി എന്ന് പറഞ്ഞാൽ ഈ റൗണ്ടാണ് ഈ സാധനം. ഈ റൗണ്ടിനകത്തുള്ള വ്യക്തികളാണ്. അൻസാർ ഭായി കേൾക്കുന്നുണ്ടോ? ഈ ഒരു ആദ്യത്തെ റൗണ്ട് സുധീറാണ് കേട്ടോ. അതിന്റെ താഴത്തെ സുധീറിന്റെ താഴെ വന്നിട്ട് റൗണ്ടാണ്. അതിന് താഴെ അവരുടെ താഴെ വന്നിരിക്കുന്ന ആളാണ് ലീഡറാണ്. ഈ താഴെ റൗണ്ട് കാണുന്നുണ്ടോ? ഈ റൗണ്ടിന്റെ എണ്ണം കൂടുക എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പാണ്. എന്ന് വെച്ചാൽ എൻ്റെ ഒരു ടീം ആണ് ഇവിടെ. ഒരു ടീം, രണ്ടാമത്തെ ടീം വിനോദ് സാറ്, മൂന്നാമത്തെ ടീം ശ്രീജ, നാലാമത്തെ ടീം സുമയ്യ, അഞ്ചാമത്തെ ടീം സുമേഷ് സാറ്, ആറാമത്തെ ടീം അശ്വനി, ഏഴാമത്തെ ടീം ആരാണ്? ആരോ ഉണ്ടല്ലേ, കുറെ അങ്ങനെ കുറെ ടീമുണ്ട്. എനിക്ക് 8 ടീമുണ്ട്. ഓക്കെ, ഒന്ന് എൻ്റെ ചേച്ചിയാണ്. ഓക്കെ, അങ്ങനെ 8 ടീം എനിക്കുണ്ട്. ഈ ടീമിന് താഴെ സുരേഷ് സാറിന് താഴെ ഭീമ, ഷംന, ഡോക്ടർ സോഫിയ മാഡം, സുഷിത, ഷാഹുൽ സാറ്, റിയാസ് ഖാൻ, ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇത് ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് ലാസ്റ്റ് ബോംബ് കൂട്ടാൻ പോകാം. ഇതാണ് അവസാനത്തെ സ്ലൈഡ്. ഇത് കണ്ടോ, നല്ല ഭംഗിയില്ലേ? കൊല്ലൊക്കെ മുന്തിരിങ്ങ പോലെ ഇരിക്കുന്നില്ലേ? ഇതിൽ ഈ ആദ്യത്തെ സ്ലൈഡ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ബാക്കിയൊന്നും നോക്കണ്ട, എൻ്റെ തന്നെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ റൗണ്ട് കാണുന്നതാണ് ലീഡേഴ്സ്. ഓക്കെ, ഈ മേലെ കാണുന്ന വ്യക്തി സുരേഷ് സാറാണ്. ഈ ആദ്യത്തെ റൗണ്ട് കാണുന്ന സുരേഷ് സാറാണ്. അതിൻ്റെ താഴെ ഒന്ന് ഭീമ മാഡമാണ്. അതിൻ്റെ താഴെ ഷംന ടീച്ചർ. ഇപ്പോഴത്തെ ലെഗിൽ ഡോക്ടർ സോഫിയ മാഡം ആ ടീമുണ്ട്. ഇങ്ങനെ സുരേഷ് സാറിൻ്റെ 4ാമത്തെ ലെഗുണ്ട്, 5ാമത്തെ ലെഗുണ്ട്. ഈ റൗണ്ടാണ് ഇത്. ഈ റൗണ്ടാണ് നിങ്ങൾ എൻ്റെ ടീമിലുള്ള പവർഫുൾ ആയിട്ടുള്ള ലീഡേഴ്സ്. ഈ ഓരോ റൗണ്ടും. ഇപ്പോഴത്തെ എൻ്റെ ടീമിൽ വിനോദ് സാറിൻ്റെ ലെഗ് ആണെങ്കിൽ അതിൻ്റെ ലീഡേഴ്സ് ആയിരിക്കും. ഇപ്പോഴത്തെ ശ്രീജയുടെ ലെഗ് ആണെങ്കിൽ ശ്രീജയുടെ താഴെ ലീഡേഴ്സാണ്. മൂന്നാമത്തെ സുമയുടെ താഴെ ലീഡേഴ്സാണ്. ഈ ഓരോ ലീഡേഴ്സാണ് 2000 PV കൊണ്ടുവരുന്ന ലീഡേഴ്സ്. ഇത് അയ്യോ സോറി, അത് ഓഫായി പോയി. ഒറ്റ മിനിറ്റ്, അവിടെ ഞാൻ ഇൻകം കാണിച്ചു തന്നിട്ടല്ലേ. ആ ഇൻകം ഒന്ന് നോക്കണേ മേലെ. ആർക്കും ഒരാൾക്ക് അൺമ്യൂട്ടാക്കി പറയാവോ എത്ര ഇൻകം എന്ന് കാണാൻ? ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ടാക്കി പറയാവോ ഇൻകം? 5 ലക്ഷം. ആ ഓക്കെ, 5 ലക്ഷം. 5 ലക്ഷം. ഓക്കെ, അപ്പൊ എന്താ വേണ്ടേ? ആരെയും കൊണ്ട് നിർബന്ധിച്ച് സാധനം പർച്ചേസ് ചെയ്യിപ്പിക്കണോ? അൻസാർ ഭായി ബ്രോൺസ് സെലക്ടറും എത്ര PV പറഞ്ഞു? 2,600 PV അല്ലേ? 2,600. ആ 2,600 PV സുധീർ സുലൈമാൻ ക്രിയേഷൻ ചെയ്യാം. അദ്ദേഹത്തിന് താഴെ 2,600 PV ഒരാൾ ഉണ്ടാക്കുക. ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 2,000 PV അല്ലെങ്കിൽ 2,600 PV മാത്രമേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പം സുരേഷ് സാറ് ലീഡർ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവനുസരിച്ച് 2,000 PV, കുറച്ചും കൂടി കഴിവുണ്ടെങ്കിൽ 2,600 PV, അതിലും കഴിവുള്ള വ്യക്തിയാണെങ്കിൽ 3,000 PV അദ്ദേഹത്തിന് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതിന് മേലെ അദ്ദേഹത്തിന് താഴെ PV വരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത്രയും ലീഡേഴ്സ് ഉണ്ടാവും. ഇന്ന് അദ്ദേഹത്തിന് PV 30,000 ആണെങ്കിൽ അദ്ദേഹത്തിന് താഴെ ഒരു 15ഓളം ലീഡേഴ്സ് ഉണ്ടാവും. ക്ലിയർ ആവുന്നുണ്ടോ? ഇല്ലേ? അദ്ദേഹത്തിന് താഴെ 15 ലീഡേഴ്സ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ ഭീമ, സുഷിത, ഷംന, അൻസാർ ഭായി, മുന്താസ് മാഡം, ആ ലീഡേഴ്സ് മുഴുവൻ എണ്ണിയാൽ മതി നിങ്ങൾ. ഇത്ര ലീഡേഴ്സ് സുരേഷ് സാറിന്റെ താഴെയുള്ള ലീഡേഴ്സാണ്. PV 30,000 നമ്മൾ ക്രിയേഷൻ ചെയ്യേണ്ടത് എന്താണ്? ലീഡർഷിപ്പാണ്. 2,000 PV കൊണ്ടുവരാൻ പറ്റുന്ന 60,000 രൂപയുടെ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ലീഡർഷിപ്പ് ഉണ്ടാക്കിയെടുത്താൽ മതി. 60,000 രൂപയുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ഒരു ടീമിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ലീഡർഷിപ്പായി മാറും. ക്ലിയറാണോ? ലാസ്റ്റിലത്തെ ബോംബ് പൊട്ടിയില്ലല്ലോ, സൗണ്ട് ആരും മുഖത്തിൽ മാറ്റില്ല. 5 ലക്ഷം കാണിച്ച് ഒരു മാറ്റം ഒരാളും കാണുന്നില്ല. ഞാനത് സൗണ്ട് ഇല്ലാതെ പൊട്ടിച്ചതാണ്. നിങ്ങൾ ബാക്കോട്ട് പോകാൻ പറ്റില്ല. 5 ലക്ഷം പൊട്ടിയത് ഉണ്ടായിരുന്നോ? ആ, എൻ്റെ താഴെ ലീഡേഴ്സിന്റെ എണ്ണം നിങ്ങൾ കണ്ടായിരുന്നോ? എത്ര ലീഡേഴ്സ് എനിക്കുണ്ടെന്ന് അറിയോ?
എനിക്ക് ഒരുപാട് ലീഡേഴ്സ് ഇല്ലേ, 5 ലക്ഷം ഒന്നും ഇല്ല കേട്ടോ. ആരോ ഒരാൾ ഒരു ലവണയോട് പറഞ്ഞു സാറിന് 8 ലക്ഷം രൂപ വരുമാനം ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. സാറിന് 8 ലക്ഷം രൂപ വരുമാനം ഉണ്ടെങ്കിൽ എനിക്കൊരു 3000 രൂപ സാധനം വാങ്ങിച്ചിട്ട് വെച്ചിട്ട്. ഓക്കെ, ഓക്കെ, ഈ കരഞ്ഞ ഓക്കെയാണോ? സംഭവം ഓക്കെയാണോ? ഞാൻ ഉദ്ദേശിച്ച സ്ലൈഡ് എടുത്തിട്ടില്ല, എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് സ്ഥിരമായിട്ട് കാണിക്കുന്നുണ്ട്, അത് പറഞ്ഞിട്ടില്ല. ഈ ഒരു രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞതാണ്. സുരേഷ് സാർ ഓക്കെയാണോ? ഓക്കെ ഇങ്ങനെ സാർ, മതിയോ? ഓക്കെ. കംപ്ലീറ്റ് ഓക്കെയാണ്, ആയിട്ടില്ല. ഓക്കെയാണ്. സുരേഷ് സാർ ഓക്കെ എന്ന് പറയണം. സുരേഷ് സാറാണ് അത് പറയേണ്ടത്. ക്ലിയർ ആണോ? കുറച്ചൊക്കെ വേണം. പെർഫെക്റ്റ് ആണ്, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ സുരേഷ് പറഞ്ഞു കുറച്ചും കൂടെ അത് ശരിയായിട്ടില്ല, അത് ദഹിച്ചിട്ടില്ല, ഒന്ന് ഇപ്രാവശ്യം ദഹിപ്പിക്കണമെന്ന് പറഞ്ഞായിരുന്നു. എന്നോട് രാവിലെ വിളിച്ച് പറഞ്ഞു. അതൊന്നുകൂടെ ദഹിപ്പിച്ച് പറഞ്ഞാൽ ഞാൻ ആ സ്ലൈഡ് മാറ്റിയിട്ട് ഇങ്ങനെ ആക്കിയതാണ്. ക്ലിയർ ആയിട്ടുണ്ടോ? ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടോ? Yes, sir. നിങ്ങൾ ചെയ്യേണ്ടത് Clear ആയി. ലീഡർഷിപ്പാണ് ക്രിയേഷൻ ചെയ്യുന്നത്. താഴെ ഒരാൾ ലീഡറായി വരുമ്പോൾ അസൂയ കൊണ്ട് ഓടരുത് കേട്ടോ. ആ ചങ്ങായി ഭയങ്കര നല്ല കഴിവുണ്ട്, അപ്പോൾ ആ ചങ്ങായിനെ സാഹചര്യം പൊക്കിക്കൊണ്ടിരുന്നുണ്ട്, നമ്മളെ മൈൻഡേ ആക്കുന്നില്ല, അദ്ദേഹത്തിന് നമ്മളോട് തീരെ താല്പര്യമില്ല, ഇഷ്ടമില്ല, അങ്ങനെയൊന്നും തോന്നണം കേട്ടോ. നിങ്ങളെ താഴെ ഒരു ലീഡർഷിപ്പിനെ നമ്മൾ ക്രിയേഷൻ ചെയ്യുമ്പം നല്ലോണം ഇരുന്ന് പ്രാർത്ഥിച്ചോ, അദ്ദേഹത്തിന് താഴെ അതുപോലത്തെ ഒന്നുകൂടെ വരണമെന്ന് പ്രാർത്ഥിക്കട്ടു. അവിടെ കുശുമ്പുണ്ട് നടന്നിട്ട് കാര്യമില്ല. ഞാൻ ഒരുപാട് ആൾക്കാർ ലീഡർഷിപ്പിനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് എന്നോട് ഒരുപാട് ആൾക്ക് ദേഷ്യം ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ എന്നെ പണങ്ങി പോയിട്ടുണ്ട്. താഴെ ലീഡർഷിപ്പ് വരുന്നുണ്ട്. രാജേഷ് ഏട്ടൻ നേരത്തെ എന്ത് ചോദിച്ചിട്ടുണ്ട്, ആ സംശയമാണ് ക്ലിയർ ആക്കി തരാം. രാജേഷ് ഏട്ടൻ ചോദിച്ചു, അൺമ്യൂട്ടാക്കി. സാർ അതൊന്നുമില്ല. അതില് ആദ്യത്തെ സ്ലൈഡ് കാണിച്ചതില് ആ അവിടെ റീക്വാളിഫിക്കേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ടീം ബിൽഡിംഗ് ബോണസിൽ കുറവ് വരും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന് തൊട്ട് മുകളിൽ നമ്മൾ ഡയറക്ടർ ബോണസും കൂടി ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിയർ ആക്കാൻ പറയാനായിരുന്നു, വേറെ ഒന്നും അല്ലേ. നമ്മൾക്ക് ഈ 16% വ്യക്തി, ബ്രോൺസ് സെലക്ടർ ആയ വ്യക്തി, ഇപ്പൊ അൻസാർ ഭായിനെ തന്നെ പറയാം. അദ്ദേഹത്തിന് എനിക്ക് എപ്പോഴും വിളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, നമ്മളെ ചേട്ടനെ പോലെയാണ് അൻസാർ ഭായി. ഇതില് ബ്രോൺസ് സെലക്ടർ ഈ മാസമായി 2000 മേലെ PV കൊണ്ടുവന്ന് ബ്രോൺസ് സെലക്ടർ ക്വാളിഫൈ ചെയ്തു. അടുത്ത മാസം സുധീർ സുലൈമാൻ വേറെ എന്തോ കല്യാണ തിരക്ക് വെച്ച് ഭയങ്കര ബിസിയാണ്, ഒന്നും വാങ്ങിച്ചിട്ടില്ല, ആരും കൊണ്ടൊന്നുമില്ല. മറ്റേ ടീമിന് സിനിയും ബിസിയാണ്, വീട്ടിന്റെ പണി കോൺക്രീറ്റിന്റെ പണിയൊക്കെ നടക്കുകയാണ്, അതുകൊണ്ട് അതും ബിസിയായി. ഈ മാസം PV കയറിയിട്ടില്ല. ഞാൻ ഈ പറഞ്ഞൊക്കെ സത്യം കേട്ടോ, വെറുതെ പറഞ്ഞതല്ല. സിനി 2 ദിവസം കുറച്ച് ദിവസം ബിസിയായി, വീട്ടിന്റെ കോൺക്രീറ്റ് പണി നടക്കുന്നത് എനിക്കറിയാം, അതുകൊണ്ടാണ്. ഓക്കെ, അതുപോലെ സുധീർ ഭായി വേറെ കുറച്ച് തിരക്കാണ്, ഒരു പണി അർജന്റ് കിട്ടിയ ആ പണി തീർക്കേണ്ട തിരക്കിൽ അതും പോയി. അൻസാർ ഭായിക്ക് ഈ മാസം PV കുറവാണ്, 2000 PV വന്നിട്ട് 2600 ഇല്ല, ആകെ 1500 PV ഉള്ളൂ. അദ്ദേഹം അൻസാർ ഭായി നോൺ ക്വാളിഫൈഡ് ഉണ്ടാവും ആ മാസം. പക്ഷേ എത്ര PV ചെയ്തു ആ PVക്കുള്ള ഇൻകം മാത്രമേ കിട്ടുള്ളൂ, അവിടെ ഡയറക്ടർ ബോണസ് ഉണ്ടാകത്തില്ല. നമ്മൾ 2000 PVക്ക് മേലെ വന്നാൽ മാത്രമേ രണ്ടാമത്തെ മാസം ബ്രോൺസ് സെലക്ടർ റീക്വാളിഫിക്കേഷൻ നടക്കത്തുള്ളൂ. ഈ പറഞ്ഞ എല്ലാ ഇൻകവും നമുക്ക് വരത്തുള്ളൂ. ഒരാൾ മുന്നേ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ബ്രോൺസ് സെലക്ടർ ആയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ എന്തിനാണ്, പിന്നെ ജീവിതകാലം മുഴുവൻ 8000 രൂപ കിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവര് മനസ്സിലാക്കിയിരിക്കുന്നത് പിന്നെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ 8000 വന്നുകൊണ്ടിരിക്കുന്നത്, അവർ 8000 അയ്യോ. ഓക്കെ, ക്ലിയർ. രാജേഷ് ഏട്ടൻ, നമ്മൾ എപ്പോഴും റീക്വാളിഫിക്കേഷൻ ചെയ്യണം, എല്ലാ മാസവും റീക്വാളിഫിക്കേഷൻ ചെയ്യണം, എല്ലാ മാസവും വരുമാനം വരും. ഈ റീക്വാളിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് വീണ്ടും ഞാൻ അൻസാർ ഭായിലേക്ക് പോവാണ്. അൻസാർ ഭായി ബ്രോൺസ് സെലക്ടറായി, ഇത് സുധീർ സുലൈമാനെ ചെയ്തുകൊണ്ടിരിക്കും, മനസ്സിലാവുകൊണ്ട് അങ്ങനെ തന്നെ പേര് വിളിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അവർ പേര് വിളിക്കുന്നതിൽ ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. സുധീർ സുലൈമാൻ ബ്രോൺസ് സെലക്ടർ ആവുന്നു, ആ സമയത്ത് അൻസാർ ഭായി സിൽവർ ഡയറക്ടർ ആയിട്ടില്ലെങ്കിൽ അൻസാർ ഭായിക്ക് ചെറിയ 400-500 രൂപയെ കിട്ടത്തുള്ളൂ. സുധീർ സുലൈമാനും ഈ പറഞ്ഞ 8000 രൂപ കിട്ടുന്നുണ്ടോ. അപ്പൊ ഞാനാണ് സുധീറിനെ കൊണ്ടുവന്ന് ഇത്രയും സപ്പോർട്ട് ചെയ്ത് നല്ലോണം മോട്ടിവേഷൻ കൊടുത്ത് എല്ലാ ദിവസവും DLCP കൂട്ടിയും കൊണ്ടുപോയി സാധനം വാങ്ങിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന് 8000 രൂപ, എനിക്ക് 450 ആയി നോക്കി കരയരുത് കേട്ടോ. ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ അത് നിങ്ങൾ വരുമാനം 27,000 പോകുന്നുണ്ടോ. നിങ്ങൾ അതനുസരിച്ച് സ്ട്രക്ചർ ചെയ്യാതുകൊണ്ടാണ് ആ വരുമാനം കുറഞ്ഞു പോയത്. സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു തരും കേട്ടോ. നമ്മളെ ടീം വളരുന്നതനുസരിച്ച് നമ്മൾ കുറച്ചും കൂടെ വികസിപ്പിക്കണം. ഇത് താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടാകും, അല്ലെങ്കിൽ ചരിഞ്ഞു അല്ലേ. നമ്മൾ ബിൽഡിംഗ് മേലോട്ട് അടിയിൽ അടിത്തറ സ്ട്രോങ് ആക്കണം എന്ന് വെച്ചു. ഈ അടിത്തറയാണ് ഞാൻ ആദ്യം പറഞ്ഞ 6 പേര്. അൻസാർ ഭായിക്ക് 3-4 നല്ല ബിൽഡിംഗ് പണിയണമെന്ന് ആഗ്രഹമുണ്ട്, പൈസ കുറവാണ്. അപ്പോൾ അടിയിൽ കല്ല് കുറച്ചിട്ട് മേലോട്ട് കൂടുതൽ ഇട്ടിട്ട് കാര്യമില്ല, മേലെ വാടക കിട്ടുന്ന കാര്യമില്ല, കുറച്ച് കഴിയുമ്പോൾ താഴെ പോകും കേട്ടോ. അതാണ് ആ അടിയിലത്തെ ഫില്ലർ കറക്റ്റാക്കി നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരിക്കലും താഴോട്ട് പോകത്തില്ല. അപ്പോൾ നല്ല സ്ട്രോങ് ലീഡേഴ്സിന് ആദ്യം കുറച്ച് ക്ഷമയോടെ വർക്ക് ചെയ്ത് പ്രശ്നമില്ല, കുറച്ച് വൈകിക്കോട്ടെ പ്രശ്നമില്ല,
കേട്ടോ. നമ്മൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ വന്നിരിക്കുന്നത് ഒരു 5 വർഷത്തെ ബിസിനസ് കോഴ്സിലാണ്. 5 വർഷം വരെ നിങ്ങൾക്ക് ഒന്നും സംഭവിച്ചില്ല, ഒന്നും വന്നിട്ടില്ല, പേടിക്കണ്ട. ആരെങ്കിലും കളിയാക്കിക്കോട്ടെ, നീ കുറെ കാലം മീറ്റിംഗ് കിട്ടുന്നത്, അപ്പോൾ പറയാം നിനക്കെന്താ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ. ആരെങ്കിലും കളിയാക്കുമ്പോൾ നീ കുറെ കാലമായാലും മീറ്റിംഗ് അറ്റൻഡ് നിന്ന് കിട്ടിയോ, നിനക്കെന്താ കുഴപ്പമുണ്ടോ, ഇല്ലല്ലോ, പോയേ എന്ന് പറയാൻ പറ്റണം. അങ്ങനെ തന്നെ പറയണം, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഈ രീതിയിൽ പറയാൻ സംസാരിക്കാൻ പറ്റണം. അപ്പോഴാണ് ബിസിനസ് വിജയിക്കുള്ളൂ. അല്ല അവര് പറയുമ്പോൾ നീ കുറെ മീറ്റിംഗ് അറ്റൻഡ് ഒന്ന് കിട്ടിയിട്ട് ചോദിക്കുമ്പോൾ അത് ശരിയാണല്ലോ, എന്നാൽ ഞാൻ നാളെ മുതൽ പോകുന്നില്ല എന്നല്ല തീരുമാനം. തീരുമാനം സ്ട്രോങ്, ഇതിലൂടെ നിശ്ചയം, അതിലൊരു വ്യത്യാസം വേണ്ട. വെസ്റ്റീജ് കമ്പനി നിങ്ങൾക്ക് 100% 5 ലക്ഷം 10 ലക്ഷം തരാൻ തയ്യാറാണ്. ഇന്നും ഗൗതം പാടി സാറിന് 3 കോടി രൂപയുടെ ചെക്ക് വാങ്ങിക്കുന്ന ആൾക്കാർ വരാൻ പോകുന്നേ ഉള്ളൂ എന്നാണ്. 3 കോടി രൂപ ചെക്ക് മാസം വാങ്ങിക്കുമ്പോൾ വ്യക്തി വരാൻ പോകുന്നേ ഉള്ളൂ. ഞാനാവും ചിലപ്പോ, ആയിക്കൂടെ, വേണം ആന്ന് പറയും. ആന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വരുമാനം നല്ല വരുമാനം, അതുകൊണ്ടാണ് പറഞ്ഞത് ആ പ്രാർത്ഥിക്കും. അതിനുണ്ട് എൻ്റെ ചെക്ക് 3 കോടി ആവുകൊണ്ട് പ്രാർത്ഥിച്ചോ. നിങ്ങളെല്ലാം അതിന് 50 ലക്ഷത്തിന് മേലെ പോയിട്ടുണ്ടാവും കേട്ടോ. എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ വേണമെങ്കിൽ അത് പ്രാർത്ഥിച്ചു, നിങ്ങൾക്ക് ആളെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ട. നിങ്ങൾ വേണമെങ്കിൽ എങ്ങനെ പ്രാർത്ഥിച്ചു, അദ്ദേഹത്തിന് ചെക്ക് വലുതായിട്ട് പ്രാർത്ഥിച്ചു, വരുമാനം നിങ്ങളെയും കൂടിക്കോളും കേട്ടോ. നിങ്ങളെ വരുമാനം കൂടിയാൽ എൻ്റെ വരുമാനം കൂടുള്ളൂ. നല്ല രസമില്ല ഇന്നത്തെ സെഷൻ കേൾക്കാൻ, നല്ല രസമില്ല, തമാശയൊക്കെ ആയിട്ട്. നമ്മൾ മോട്ടിവേഷൻ കൊടുത്തിട്ട് കാര്യമില്ല, അത് ആക്ടിവേഷൻ ആക്കി മാറ്റാൻ പറ്റണം. ഓക്കെ രാജേഷ് ചേട്ടാ, നമ്മൾ എല്ലാ മാസം റീക്വാളിഫിക്കേഷൻ ചെയ്യുക, എന്നാൽ മാത്രമേ ഡയറക്ടർ ബോണസ് വരുള്ളൂ, ടീം ബിൽഡിംഗ് ബോണസ് വരുള്ളൂ, പെർഫോമൻസ് ബോണസ് എല്ലാം കിട്ടത്തുള്ളൂ. നമ്മൾ റീക്വാളിഫിക്കേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എത്ര PV ചെയ്തിട്ടുണ്ടോ അതിന്റെ പെർഫോമൻസ് ബോണസ് മാത്രം വരും. ഓക്കെ, ഇനി അടുത്തത് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്, നമ്മൾ താഴെ ഒരു ക്വാളിഫിക്കേഷൻ വന്നു പോയി, ഞാൻ ആ സമയത്ത് എൻ്റെ സ്ട്രക്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല, കുറച്ച് തിരക്കായി പോയി എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും വിഷമിക്കണ്ട. അടുത്ത മാസം പറ്റും, ഇല്ലെങ്കിൽ അപ്പുറത്തെ മാസം പറ്റും, ഇല്ലെങ്കിൽ അപ്പുറത്തെ മാസം പറ്റും. ഏതെങ്കിലും ഒരു സമയം നിങ്ങൾ ക്വാളിഫൈ ചെയ്യും, നിങ്ങൾ സിൽവർ ഡയറക്ടറായി മാറും, ഇൻകം വാങ്ങിക്കും. അതിന് താഴെയുള്ള വ്യക്തി, ഇപ്പം അൻസാർ ഭായിനെ വീണ്ടും എടുക്കാൻ പോവാം. സുധീർ സുലൈമാൻ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് നല്ല വോളിയം എടുത്ത് 8,000 രൂപ വരുമാനം വാങ്ങിച്ചു, പിറ്റേ മാസം 15,000 വാങ്ങിച്ചു. അൻസാർ ഭായിക്ക് സൈഡിൽ ആരും വരുന്നില്ല, സിനിയാണെങ്കിൽ വർക്ക് ചെയ്യുന്നില്ല, വീടിൻ്റെ പണി തിരക്കാണ്, മറ്റേ അതിൻ്റെ തിരക്ക്, അനീഷ് ഇപ്പോൾ വേറെ തിരക്കുക. ജോയിനിങ് നടത്തിക്കൊണ്ടിരിക്കുക, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും അൻസാർ ഭായി സുധീറിൻ്റെ ടീം വലിയ ടീമായിട്ടുണ്ടാവും. ഒരു 10,000 PV അദ്ദേഹം കൊണ്ടുവരുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ടീം സൈഡിലൊന്നും ഉണ്ടാവില്ല, പേടിക്കണ്ട. സൈഡിൽ ജോയിനിങ് ആവുന്നില്ല, പേടിക്കണ്ട. നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കൂ. എന്താ ഗുണം എന്നറിയോ, സുധീറിന്റെ ലെഗിൽ 30,000 PV ആയി. നിങ്ങൾക്ക് സൈഡിൽ വേറെ ജോയിനിങ് ഒന്നുമില്ല, നിങ്ങൾക്ക് ഒന്ന് ആകെ കിട്ടുന്ന 400 രൂപയായിരിക്കും, ചിലപ്പോൾ 500 രൂപയായിരിക്കും. വിഷമിക്കണ്ട. ഒരു സമയം നിങ്ങൾ 2,000 PV 3,000 PV സൈഡിലാക്കി കഴിയുമ്പോൾ ഇത് കംപ്ലീറ്റും കയറി വരും കേട്ടോ. ടീം ബിൽഡിംഗ് ബോണസും LOBയും ഡയറക്ടർ ബോണസും എല്ലാം ചാടിക്കരിങ്ങോട്ട് വരും. ഒന്നുമില്ലെങ്കിൽ പോലും ഒരു വാട്ടർ പ്യൂരിഫയർ വാങ്ങിച്ചായിരിക്കും കൊടുത്താൽ പോലും, ഇല്ലെങ്കിൽ നിങ്ങൾ നാട്ടിലൊരു ഒരു ഹൗസ് വാമിങ് നടക്കുന്ന സമയത്ത് നോക്കി വെക്കുക. അവരെന്നെ ഹൗസ് വാമിങ്ങിന് വിളിക്കുകയാണെങ്കിൽ ഇവന് ഞാനൊരു വാട്ടർ പ്യൂരിഫയർ കൊടുക്കും. 30,000 വാട്ടർ പ്യൂരിഫയർ വാങ്ങിച്ചു കൊടുത്താൽ ഈ വരുമാനം കയറി ഇങ്ങോട്ട് വരും. മനസ്സിലായില്ലേ? നമ്മുടെ സ്വന്തം സഹോദരിയുടെ വീട്ടിൽ ഹൗസ് വാമിങ്, ബ്രദറിന്റെ വീട്ടിൽ ഹൗസ് വാമിങ് വരുമ്പോൾ പണി തീരാൻ വേണ്ടി നോക്കിക്കുക. നിങ്ങൾ ചിലപ്പോൾ ഗിഫ്റ്റ് സോഫ സെറ്റോ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളൊക്കെ കൊടുക്കാറില്ലേ, അതൊക്കെ മാറ്റി ഒരു വാട്ടർ പ്യൂരിഫയറും കൊടുത്തേക്കും. ശുദ്ധമായ വെള്ളം കുറേ കാലം കുടിച്ചോട്ടെ. സോഫ സെറ്റ് കാടിയിരുന്ന ആളിരുന്ന് അത് കളറൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ആരും നമ്മൾ ഓർക്കത്തില്ല. വെള്ളം കുടിക്കുമ്പോൾ നല്ല വെള്ളം കുടിക്കുക, അവർക്ക് ആരോഗ്യം ഉണ്ടാക്കാൻ പറ്റും. നമുക്കിവിടെ സിൽവർ ഡയറക്ടർ LOB, പക്ഷെ അത് തൽക്കാലം ആ മാസം മാത്രമേ കിട്ടത്തുള്ളൂ. അടുത്ത മാസം വീണ്ടും പണിയെടുക്കണം. അതുകൊണ്ട് അതിലേക്ക് ഫോക്കസ്ഡല്ല ആവേണ്ടത്. അതുകൊണ്ടാണ് ഞാനത് പ്രൊമോഷൻ ചെയ്യും. ഞാൻ ഈ വാട്ടർ പ്യൂരിഫയറും ചോദിച്ചതാണ് അധികം കൂടുതൽ പ്രൊമോഷൻ ചെയ്യത്തില്ല. നാട്ടിലെ പല ലീഡർമാരും വാട്ടർ പ്യൂരിഫയർ വാങ്ങിക്കാനേ പറയത്തുള്ളൂ. അത് ഒരു മാസമേ കിട്ടില്ല, അടുത്ത മാസം കിട്ടില്ല. പക്ഷെ നിങ്ങൾ ആ വാട്ടർ പ്യൂരിഫയർ വരും 10 ജോയിനിങ് നടത്തി കഴിഞ്ഞാൽ അവർ 100 PV ചെയ്ത് 1000 PV ആയാലും അടുത്ത മാസം കിട്ടിയില്ല. അത് ബിസിനസ് മനസ്സിലായോ? ഈ മാസം 1000 PVക്ക് കൊണ്ട് വാട്ടർ പ്യൂരിഫയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അടുത്ത മാസം എന്ത് ചെയ്യും? അതാണ് നാട്ടിലെ എല്ലാ ലീഡർമാരും പ്രൊമോഷൻ ചെയ്യുന്നത്. വാട്ടർ പ്യൂരിഫയർ വാങ്ങിച്ചോ, ക്വാളിഫൈ ചെയ്ത്, വാട്ടർ പ്യൂരിഫയർ വാങ്ങിച്ചോ, ക്വാളിഫൈ ചെയ്തെന്ന് പറയും. അടുത്ത മാസം എന്ത് ചെയ്യും? അവിടെ ചെയ്യേണ്ട 10 ജോയിനിങ് ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കൂ. സ്ഥിരമായിട്ട് വരുമാനം വാങ്ങിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ വ്യക്തമായി മനസ്സിലായോ? ഞാൻ നിങ്ങളെല്ലാവരും സേഫ് ആക്കിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ എനിക്ക് നിങ്ങളിപ്പോൾ അൻസാർ ഭായി 2 വാട്ടർ പ്യൂരിഫയർ നാളെ വാങ്ങിച്ചെന്ന് പറയുമ്പോൾ ഞാൻ ആടൊന്ന് വിലക്കും, വേണോ എന്ന് തന്നെ ഞാൻ ചോദിക്കും. രാജേഷേട്ടൻ വിളിച്ചാൽ മതി. പല ആൾക്കാരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, വെയിറ്റ് ആയിട്ടില്ല, സമയമുണ്ട്, വാട്ടർ പ്യൂരിഫയർ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും അതുപോലെ ചെയ്യുക. ആരുടെയും വരുമാനത്തിന് കൊണ്ട് ഒന്നും പൈസ കളയരുത് കേട്ടോ. നിങ്ങൾക്ക് വരുമാനം കൂടാൻ വേണ്ടി ഒന്നും ചെയ്യരുത്. എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ അത് നല്ലതാണെങ്കിൽ ചെയ്യാം, അത് നമുക്ക് ആലോചിച്ച് ചെയ്യാം കേട്ടോ. ഓക്കെയാണോ? സെഷൻ ഓക്കെയാണോ? ഇപ്പോഴാണ് 137 ഇത്തിരി സമയം 150 പേരുണ്ടായി. ലാസ്റ്റ് വരെ കറക്റ്റ് 10 മണി വരെ 150 പേരുണ്ടായിരുന്നു. അത് വളരെ സന്തോഷമുണ്ട്. ഓക്കെ ഓക്കെ, ബാക്ക് ടു സുരേഷ് സാർ. ഓക്കെ, താങ്ക് യു ഷാജി സാർ, താങ്ക് യു വെരി മച്ച്.
എല്ലാവർക്കും കമന്റ് ബോക്സ് നല്ലൊരു താങ്ക്സ് അറിയിക്കാം കേട്ടോ. കാരണം നല്ലൊരു സെഷൻ ആയിരുന്നു, നല്ല എഫേർട്ട് എടുത്തിട്ടാ സാറ് നമുക്ക് പറഞ്ഞു തന്നത് കേട്ടോ. കാരണം അത് പറഞ്ഞു തരാത്ത വലിയ എഫർട്ടാണിത്. ഇങ്ങനെ ഈ സെഷനൊക്കെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ബോർഡിലൊക്കെ വരച്ച് ചെയ്യുന്നല്ലാതെ ഈ സൂമിലൂടെ പറയാൻ വലിയ എഫർട്ടാണ്. അത്ര എഫർട്ട് എടുത്ത് പറഞ്ഞു, നല്ലൊരു ബിഗ് താങ്ക്സ് നമ്മൾ എല്ലാവർക്കും അറിയിക്കാം. കാരണം നമ്മുടെയൊക്കെ ഭാഗ്യം എന്ന് പറയുന്നത് ഇപ്പൊ ഷാജി സാറിനെ പോലെ വലിയൊരു മെന്റർ, നമ്മുടെ ഒരു ലീഡർ കിട്ടിയത് തന്നെ ഭാഗ്യമാണ് കേട്ടോ. ഒരുപാട് ആൾക്കാരിലോട്ട് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ എത്തിക്കാനുള്ള കഴിവുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ്. അപ്പോൾ അത് പിന്നെ എന്തായാലും എന്റെ ഡയറക്റ്റ് അപ്ലൈൻ ആയിട്ട് കിട്ടി എനിക്ക് വളരെ ഭാഗ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ എല്ലാവർക്കും ഭാഗ്യം തന്നെയാണ്. അപ്പോ കുറെ പേര് വിളിച്ചിട്ടുണ്ട്, കുറെ പേര് വിളിച്ചിട്ടില്ല. അദ്ദേഹം വീഡിയോ ഓൺ ആക്കിയിട്ടില്ല. കുറെ ആൾക്കാരാണ് പേര് വിളിച്ചത്. എന്റെ പേരെന്തേ വിളിച്ചില്ല എന്ന് ആരും വിഷമിക്കുന്ന ആൾക്കാരുണ്ടാവാം അല്ലേ. കാരണം വെച്ചാൽ അവര് പേര് വിളിച്ചിട്ട് എന്റെ വിളിച്ചില്ല. പക്ഷെ ഇതൊക്കെ കോമൺ ആയിട്ട് മുമ്പിൽ വീഡിയോ ഓൺ ആക്കിയിട്ടുള്ള ആൾക്കാരെ ഒരു എക്സാമ്പിളിന് വേണ്ടി വിളിച്ചതാണ് കേട്ടോ. അതിനിപ്പോ പർട്ടിക്കുലർ ആയിട്ടൊന്നുമില്ല, വിളിച്ച ആൾക്കേ വരുള്ളൂ, മറ്റൊരാൾക്ക് കിട്ടില്ലൊന്നുമില്ല കേട്ടോ. എല്ലാവർക്കും ഈ വരുമാനം നേടിയെടുക്കാൻ പറ്റും കേട്ടോ. കുറച്ചുപേര് പറ്റാത്തതുകൊണ്ട് വീഡിയോ ഓഫ് ആക്കിയിട്ടുണ്ട്, അത് കുഴപ്പമില്ല, അവർക്കും നേടിയെടുക്കാൻ പറ്റും. എല്ലാവർക്കും വിജയിക്കാൻ പറ്റുന്ന അത്രയ്ക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്ലാനാണ് അദ്ദേഹം പറഞ്ഞു തന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ഇത് ഫോളോ ചെയ്യുക. ഇന്ന് ഇത് ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കിടന്നുറങ്ങുക കേട്ടോ. ആരെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കാൻ പറ്റുന്ന അവരെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചിട്ട് ഉറക്കരുത്, നിങ്ങളുടെ അപ്ലൈനെ ഉറക്കരുത് മനസ്സിലാക്കി തരാതെ കേട്ടോ. എന്തെങ്കിലും ചെറിയൊരു പൊടി തരി ബാക്കിയുണ്ടെങ്കിൽ അപ്ലൈനെ ഉറക്കരുത്, ഉറങ്ങാൻ സമ്മതിക്കരുത്. എല്ലാവരും കൂടി ഷാജി സാറിനെ വിളിക്കരുത്, അദ്ദേഹത്തിന് ഉറങ്ങി രാവിലെ കേട്ടോ. എല്ലാവരും ഷാജി സാറിനെ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റില്ല. നിങ്ങൾ ഡയറക്റ്റ് അപ്ലൈനെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുക. എന്നിട്ടും ക്ലിയർ ആകുന്നില്ല ഷാജി സാറിനെ എനിക്കൊക്കെ മെസ്സേജ് ഇട്ടാവുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഇന്ന് തന്നെ ക്ലിയർ ആക്കണം. നാളെ മറ്റന്നാകുമ്പോഴേക്കും അതിന്റെ പുക പിന്നെ കെട്ടടങ്ങും, പിന്നെ വീണ്ടും പിന്നെ എല്ലാം റീസെറ്റ് ആയി പോകും കേട്ടോ. അപ്പൊ ഇന്ന് തന്നെ ക്ലിയർ ആക്കുക. അപ്പോ നല്ലൊരു പിന്നെ ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും ബിസിനസ്സിൽ ഒരുപാട് ഈ പറഞ്ഞ ലെവലും അതിനേക്കാളും വലിയ ലെവലിൽ എത്താൻ സാധിക്കട്ടെ. അപ്പോ എല്ലാവർക്കും പിന്നെ എന്താ പറയാ നല്ല വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു വെൽ.